ഹായ് ഗൈസ്, എല്ലാവർക്കും നമസ്കാരമുണ്ട്. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് 2017 ഇറങ്ങിയ ദ മമ്മി എന്ന സിനിമയുടെ കഥയാണ്. ഇതിനു മുമ്പ് നമ്മൾ കണ്ട 3 സിനിമകളുണ്ടല്ലോ, ഒരിക്കലും അതിന്റെ ബാക്കിയല്ല ഈ സിനിമ. ആ സീരീസിന്റെ ഒരു റീബൂട്ടാണിത്. അതായത് വീണ്ടും ഒന്നേന്ന് തുടങ്ങിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ സിനിമയിലെ നായകനും മാറ്റമുണ്ട്. ഇതിൽ നായകനായിട്ട് അഭിനയിച്ചിരിക്കുന്നത് ടോം ക്രൂസ് ആണ്. ദ മമ്മി ടോംബ് ഓഫ് ദ ഡ്രാഗൺ എംപറർ എന്ന സിനിമയ്ക്ക് ശേഷം അവർ മറ്റൊരു സിനിമ കൂടെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ പേര് ദ മമ്മി റൈസ് ഓഫ് ദ ആൾടെക്സ് എന്നായിരുന്നു. പക്ഷെ പിന്നീട് യൂണിവേഴ്സൽ പിക്ചേഴ്സ് ആ തീരുമാനം വേണ്ടാന്ന് വെക്കുകയായിരുന്നു. മമ്മി സീരീസ് തന്നെ ഒന്നുകൂടെ റീബൂട്ട് ചെയ്യാം എന്നാണ് അവർ തീരുമാനിച്ചത്. ആദ്യത്തെ 3 സിനിമകൾ ഒരു ഫൺ ഫീൽഡ് അഡ്വഞ്ചർ സിനിമയായിരുന്നെങ്കിൽ ഈ സിനിമ അങ്ങനെയല്ല. യൂണിവേഴ്സൽ പിക്ചേഴ്സിന്റെ ഡാർക്ക് യൂണിവേഴ്സുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ് ഈ കഥ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു ത്രൂ ഔട്ട് ഹൊറർ മൂവിയാണ്. ഈ സിനിമ ആരംഭിക്കുന്നത് ഇംഗ്ലണ്ടിലാണ്. വർഷം AD 1127. ഒരാളുടെ ശവമടക്കം നടന്നുകൊണ്ടിരിക്കുകയാണ്. കുറെ പുരോഹിതന്മാർ അവിടെ ചുറ്റും കൂടിയിട്ട് ആ ക്രിയകളൊക്കെ ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഒരു ചുവന്ന കല്ലെടുത്തിട്ട് ആ ശരീരത്തിന്റെ നെഞ്ചിൽ വെക്കുകയാണ്. അങ്ങനെ അതൊക്കെ സെറ്റാക്കിയതിനു ശേഷം വേഗം തന്നെ ഒരടപ്പ് വെച്ചിട്ട് ആ പെട്ടി മൂടുന്നു. ഇനി കാണിക്കുന്നത് പ്രസന്റ് ഡേ ആണ്. ഇംഗ്ലണ്ടിലിപ്പോ ഒരു റെയിൽപാളം പണിയാൻ വേണ്ടിയിട്ട് അവിടെ മൊത്തം പൊളിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് പൊളിച്ചു കഴിയുമ്പോൾ ഞെട്ടിക്കുന്ന ഒരു കാഴ്ചയാണ് അവരെല്ലാവരും കാണുന്നത്. അവിടെ അണ്ടർഗ്രൗണ്ടിലായിട്ട് ഒരുപാട് ശരീരങ്ങൾ അടക്കം ചെയ്തിരിക്കുന്നു. അതൊക്കെ കണ്ട് എല്ലാവരും ആകെ അത്ഭുതപ്പെട്ട് നിൽക്കുകയാണ്. ഒന്നും രണ്ടുമല്ല, ഒരുപാട് പെട്ടികളുണ്ടായിരുന്നു അവിടെ. അതുകൊണ്ട് തന്നെ ഇതൊരു വലിയ ന്യൂസ് ആയിട്ട് മാറിയിരിക്കുകയാണ്. ആ പെട്ടിക്കകത്തെ ശരീരങ്ങളൊക്കെ പരിശോധിച്ചു കഴിഞ്ഞപ്പോൾ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഈജിപ്റ്റ് പിടിച്ചടക്കാൻ പോയ ആളുകളുടെ ശരീരങ്ങളാണ് എന്നവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. അങ്ങനെ അതെല്ലാം ന്യൂസ് ആയതുകൊണ്ട് തന്നെ ഹെൻറി എന്ന് പറയുന്ന ഒരാളിപ്പോ അയാളുടെ അനുയായികളുമായിട്ട് അങ്ങോട്ട് വന്നിരിക്കുകയാണ്. ആ ഏരിയ മൊത്തം സെർച്ച് ചെയ്യാനുള്ള ഒരു കോർട്ട് ഓർഡറും കൂടെ അയാളുടെ കയ്യിലുണ്ട്. അതുകൊണ്ട് അവിടെ പണി ചെയ്യുന്ന മുഴുവൻ ആളുകളെയും ആദ്യം അയാൾ ഒഴിപ്പിക്കുന്നുണ്ട്. അങ്ങനെ അയാൾ ആ പെട്ടികളൊക്കെ സെർച്ച് ചെയ്യാൻ തുടങ്ങി. ഈ സമയത്താണ് അയാൾ അവിടെ ഒരു എംബ്ലം കാണുന്നത്. ഒരുപാട് കാലമായിട്ട് അയാൾ അത് തെരഞ്ഞു നടക്കുന്നത് പോലെയായിരുന്നു അതിലേക്ക് അയാൾ നോക്കിക്കൊണ്ട് നിൽക്കുന്നത്. ഈ സമയം അയാൾ ഒരു കഥ പറയാൻ തുടങ്ങി. ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഈജിപ്റ്റ് ഭരിച്ചിരുന്ന ഫറവോയ്ക്ക് ഒരു മകളുണ്ടായിരുന്നു. അവളുടെ പേര് ആമിനറ്റ് എന്നാണ്. വളരെ സുന്ദരിയായ ഒരു പെണ്ണായിരുന്നു അവൾ. മാത്രമല്ല നല്ല കഴിവും വക്രതയും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അവൾക്ക് ഉണ്ടായിരുന്നു. ഫറവോയ്ക്ക് ശേഷം അയാളുടെ ആ സാമ്രാജ്യം ഭരിക്കേണ്ടതും അവൾ തന്നെയായിരുന്നു. ജീവിക്കുന്ന ഒരു ദേവതയായിട്ടായിരുന്നു അവൾ എല്ലാവരും കണ്ടിരുന്നത്. അങ്ങനെ ഇരിക്കെയാണ് അവളുടെ രണ്ടാനമ്മയിൽ ഫറവോയ്ക്ക് ഒരു ആൺകുഞ്ഞ് ജനിക്കുന്നത്. ഫറവോയെ സംബന്ധിച്ചിട്ട് അത് സന്തോഷമുള്ള കാര്യമായിരുന്നെങ്കിലും ആമിനറ്റിനെ സംബന്ധിച്ചിട്ട് അവൾക്ക് ദേഷ്യമാണ് ഉണ്ടായത്. കാരണം ആൺകുട്ടി ആയതുകൊണ്ട് തന്നെ അവൻ വളർന്നു വന്നു കഴിഞ്ഞാൽ ആ രാജ്യത്തിന്റെ അവകാശം പിന്നെ അവനിലായിരിക്കും. അതൊരിക്കലും ആമിനറ്റിന് സമ്മതിച്ചു കൊടുക്കാൻ സാധിക്കത്തില്ലായിരുന്നു. എങ്ങനെയെങ്കിലും അധികാരം പിടിച്ചെടുക്കണം എന്നത് മാത്രമാണ് അവളുടെ മനസ്സിൽ. പക്ഷെ അവൾക്ക് ഒറ്റയ്ക്ക് അതിന് സാധിക്കത്തില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അവൾ കൂട്ടുപിടിച്ചത് ചെകുത്താനെയാണ്. സെറ്റ് എന്നായിരുന്നു അവളുടെ ആ ദൈവത്തിന്റെ പേര്. മരണത്തിന്റെ ദൈവം എന്നാണ് അത് അറിയപ്പെടുന്നത്. അവർ തമ്മിൽ ഒരു ഉടമ്പടി ഉണ്ടാക്കുകയാണ്. അതായത് അവൾക്ക് വേണ്ട പവറുകളൊക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ സെറ്റ് എന്ന അവളുടെ ദൈവത്തിനെ ഒരു മനുഷ്യനിലൂടെ അവളുടെ ലോകത്തേക്ക് കൊണ്ടുവരാമെന്ന്. സെറ്റാണെങ്കിൽ അതിന് സമ്മതിക്കുകയും ചെയ്യുന്നു. അതിനെ തുടർന്ന് ഒരു മമ്മി അവളുടെ അടുത്തേക്ക് വരികയാണ്. അതിന്റെ കയ്യിലായിട്ട് ഒരു കത്തി ഇരിക്കുന്നുണ്ട്. ഇതിനെ ഡാഗർ ഓഫ് സെറ്റ് എന്നാണ് പറയുന്നത്. അതിനൊരു പ്രത്യേകതയുണ്ട്. ആ കത്തിയുടെ പിടിയിലായിട്ട് ഒരു ചുവന്ന കല്ലാണ് ഇരിക്കുന്നത്. അങ്ങനെ ആ കത്തി അവളുടെ കയ്യിൽ കൊടുത്ത ഉടനെ തന്നെ അവളുടെ ശരീരത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരാൻ തുടങ്ങി. അവൾ പൂർണ്ണമായിട്ടും ഒരു മോൺസ്റ്റർ ആയിട്ട് മാറിയിരിക്കുകയാണ്. അങ്ങനെ അവൾ ആ കത്തിയുമായിട്ട് നേരെ പോകുന്നത് അവളുടെ അച്ഛന്റെ അടുത്തേക്ക് തന്നെയാണ്. അതിനുശേഷം പെട്ടെന്ന് തന്നെ അയാളെ കൊന്നുകളയുന്നു. അയാളെ മാത്രമല്ല അവളുടെ രണ്ടാനമ്മയും അവളുടെ അനിയനെയും അവൾ ആ കത്തി വെച്ച് കൊന്നുകളയുന്നു. അങ്ങനെ അവളുടെ ആഗ്രഹങ്ങളെല്ലാം സഫലമായി. ഇനിയിപ്പോ സെറ്റിന് കൊടുത്ത വാക്ക് പാലിക്കണം. അതിനുവേണ്ടി അവൾ ഒരാളെ കണ്ടെത്തിയിട്ടുണ്ട്. അയാളുടെ ദേഹത്തേക്ക് ആ കത്തി കുത്തി ഇറക്കുകയാണെന്നുണ്ടെങ്കിൽ അവളുടെ ദൈവത്തിന് അയാളിലൂടെ ഭൂമിയിലേക്ക് വരാൻ സാധിക്കും. അതിനുള്ള ശ്രമത്തിലാണ് അവൾ. പക്ഷെ അവൾ ആ കത്തി വെച്ച് അയാളെ കുത്തുന്നതിന് മുമ്പ് തന്നെ ഫറവോയുടെ ആളുകളെല്ലാം അങ്ങോട്ട് വന്നിട്ട് അവളെ ഷൂട്ട് ചെയ്ത് വീഴ്ത്താണ്. മാത്രമല്ല അവൾ കണ്ടെത്തിയ ആ മനുഷ്യനെ അവർ കൊന്നുകളയുകയും ചെയ്യുന്നു. അവളെ അവർ വെറുതെ വിടുന്നില്ല. അവളെ ജീവനോടെ മമ്മിഫൈ ചെയ്യാനാണ് അവർ തീരുമാനിച്ചിരിക്കുന്നത്. അതിനുവേണ്ടി അവളുടെ ശരീരം മൊത്തത്തിൽ ഒരു തുണി വെച്ചിട്ട് കവർ ചെയ്തിട്ട് അവളൊരു പെട്ടിയിലേക്ക് കിടത്തുകയാണ്. അങ്ങനെ ആ പെട്ടിയൊക്കെ ക്ലോസ് ചെയ്തിട്ട് അവളെ ഈജിപ്തിലല്ല അടക്കം ചെയ്യുന്നത്. അവിടെ നിന്നും ഒരുപാട് ദൂരത്തേക്കാണ് അവളെ കൊണ്ടുപോകുന്നത്. അങ്ങനെ ഒരു മരുഭൂമിയിലുള്ള വലിയൊരു കുഴിയിലാണ് അവളെ അടക്കം ചെയ്യുന്നത്. ഇനി അങ്ങോട്ടുള്ള കാലങ്ങൾ അത്രയും അവൾ ആ ഇരുട്ടിലായിരിക്കും താമസിക്കുന്നത്. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും മരണമെന്ന് പറയുന്നത് ഒരു വാതില് മാത്രമാണ്. ഒരിക്കലും ഒരാളുടെയും ഭൂതകാലം മൂടിവെക്കാൻ സാധിക്കത്തില്ല. ഇത്രയുമാണ് ആ നരേഷനിൽ പറയുന്നത്. ഇനി കാണിക്കുന്നത് മെസപ്പൊട്ടോമിയാണ്. അതായത് ഇന്നത്തെ ഇറാഖ്. അവിടെ കുറെ ആളുകൾ ചേർന്നിട്ട് അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു മതില് പൊളിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെല്ലാം തന്റെ ബൈനോക്കുലറിലൂടെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് നിക്ക്. അവന്റെ ഫ്രണ്ടായ വെയിലും അവന്റെ അടുത്ത് നിൽക്കുന്നുണ്ട്. ഇവർ രണ്ടുപേരും ആർമിയിലുള്ളതാണ്. എങ്കിലും നിക്കിന് മറ്റൊരു സൈഡ് ബിസിനസ്സും കൂടെ ഉണ്ട്. അതായത് നിധി വേട്ട. എവിടെയെങ്കിലും നിധി ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്ത് മലമറിക്കുന്ന പ്രശ്നം ഉണ്ടെങ്കിലും അവൻ അങ്ങോട്ട് ചെല്ലുകയും ചെയ്യും, ആ നിധി എടുക്കുകയും ചെയ്യും. ഇപ്പോഴവൻ അങ്ങോട്ട് വന്നിരിക്കുന്നതും ആ ഒരു ഉദ്ദേശത്തിലാണ്. അവന്റെ കയ്യിൽ ഒരു മാപ്പ് ഉണ്ട്. അതുകൂടാതെ അതിനകത്തൊരു ലെറ്ററും
കാണാം. നമ്മൾ നേരത്തെ കണ്ട ഹെൻറി ഉണ്ടല്ലോ, അയാൾ ജെന്നിഫർ എന്ന് പറഞ്ഞൊരു പെൺകുട്ടിക്ക് അയച്ചൊരു കത്താണത്. ഉടനെ തന്നെ ഹറാം എന്ന് പറഞ്ഞൊരു സാധനം കണ്ടെത്തണം എന്നാണ് ആ കത്തിൽ എഴുതിയിരിക്കുന്നത്. അതിന്റെ കൂടെയാണ് ആ മാപ്പ് വെച്ചിരിക്കുന്നത്. ആ മാപ്പിൽ കാണിച്ചിരിക്കുന്ന ആ സ്പോട്ടിലാണ് നിക്കും വെയിലും നിൽക്കുന്നത്. ഈ ഹറാം എന്ന് പറയുന്നത് നിധിയാണ് എന്നാണ് നിക്ക് വിചാരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് എടുക്കാൻ വേണ്ടി അവൻ വെയിലിനെയും കൂട്ടി മുന്നോട്ട് പോവാണ്. അവരെ കാണുമ്പോൾ തന്നെ അവിടെയുള്ള ആൾക്കാരൊക്കെ അവർക്ക് നേരെ ഷൂട്ട് ചെയ്യുന്നുണ്ട്. അതിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറിയിട്ട് അവരതിലൂടെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കുറെ ഓടിയിട്ട് അവര് നേരെ അവിടെയുള്ള ഒരു വീടിന്റെ മുകളിലേക്കാണ് ചെല്ലുന്നത്. ഈ സമയം അവിടുത്തെ ആൾക്കാർ അവർക്ക് നേരെ ഷൂട്ട് ചെയ്യുന്നുണ്ട്. അവരാണെങ്കിൽ അവിടെ മറഞ്ഞു നിൽക്കുകയാണ്. അതിനിടയിലാണ് നിക്കിന്റെ കൂട്ടത്തിലുള്ള ബാക്കി പട്ടാളക്കാരൊക്കെ അങ്ങോട്ട് വരുന്നത്. വന്ന ഉടനെ തന്നെ അവരവിടേക്ക് മിസൈൽ ഇടാൻ തുടങ്ങി. അതോടൊപ്പം തന്നെ വളരെ വലിയ രീതിയിൽ പൊട്ടിത്തെറി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതെല്ലാം കാണുമ്പോൾ അവിടെ നിൽക്കുന്ന ആളുകളെല്ലാം വേഗം തന്നെ അവിടെ നിന്ന് ഓടിപ്പോകുന്നു. അങ്ങനെ എല്ലാവരും പോയി കഴിയുമ്പോൾ നിക്ക് പതുക്കെ അവിടെ നിന്ന് എഴുന്നേറ്റ് നോക്കുകയാണ്. അവിടെ വലിയൊരു കുഴി ഉണ്ടായിട്ടുണ്ട്. അതിലേക്ക് നോക്കിക്കൊണ്ട് നിൽക്കുമ്പോഴാണ് അവർ നിൽക്കുന്ന ആ വീടൊക്കെ പൊളിഞ്ഞ് താഴേക്ക് വീഴുന്നത്. അതിൽപ്പെട്ട് നിക്കും വെയിലും പുറത്തേക്ക് തെറിച്ച് വീഴുന്നുണ്ട്. അവിടെയുള്ള മുഴുവൻ സാധനങ്ങളും ആ കുഴി വലിച്ചെടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ കൂട്ടത്തിൽ വെയിലും ആ കുഴിക്കുള്ളിലേക്ക് വീണു പോവാണ്. പക്ഷെ നിക്ക് അവിടെ പിടിച്ചിരിക്കുന്നോണ്ട് അവൻ മാത്രം ആ കുഴിയിലേക്ക് വീഴുന്നില്ല. അങ്ങനെ കുറച്ചു സമയം കഴിയുമ്പോൾ ആ മണ്ണിടിച്ചിലും കാര്യങ്ങളൊക്കെ ഒന്ന് അടങ്ങുകയാണ്. നിക്ക് നോക്കുമ്പോൾ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാഴ്ചയാണ് അവൻ കാണുന്നത്. ആ കുഴിക്കുള്ളിലായിട്ട് വളരെ വലിയൊരു പ്രതിമയാണ് ഇരിക്കുന്നത്. അതാണ് അവൻ തേടി വന്ന ഹറാം എന്നവന് മനസ്സിലായി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ കുഴിക്കുള്ളിലാണ് ആമിനറ്റിനെ അടക്കം ചെയ്തിരിക്കുന്നത്. അങ്ങനെ അവരതൊക്കെ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോഴാണ് അവരുടെ കൂട്ടത്തിലെ ബാക്കി പട്ടാളക്കാരൊക്കെ അങ്ങോട്ട് വരുന്നത്. ആ പട്ടാളക്കാർ അങ്ങോട്ട് വന്ന എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ആളുകൾ ചേർന്നിട്ട് അവിടെയുള്ള സിവിലിയൻസിനൊക്കെ പിടിച്ചു വെച്ചിട്ട് അവിടെ ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ സിവിലിയൻസിനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ആ പട്ടാളക്കാർ അങ്ങോട്ട് വരാൻ പ്ലാൻ ചെയ്തത്. അതിനിടയിലാണ് അവരോട് പോലും പറയാതെ നിക്ക് വെയിലിനെയും കൂട്ടി അങ്ങോട്ട് വന്നത്. അവന്റെ ഉദ്ദേശം ആ നിധി എടുക്കുക എന്നുള്ളതാണ്. അവൻ അങ്ങനെയുള്ള ഒരു ഹോബി ഉണ്ട് എന്ന കാര്യം അവരുടെ ജനറലിനും അറിയാം. അതുകൊണ്ട് തന്നെ നീ നൈസായിട്ട് ആ നിധി അടിച്ചു മാറ്റാനല്ല ആദ്യം ഇങ്ങോട്ട് പോകുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് അയാൾ അവനോട് ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഈ സമയത്താണ് അവരുടെ കൂട്ടത്തിലെ ഒരു ആർക്കിയോളജിസ്റ്റ് ആയ ജെന്നിഫർ അങ്ങോട്ട് വരുന്നത്. ഇവക്കാണ് ഹെൻറി ആ കത്തയച്ചിരിക്കുന്നത്. ഇവളുടെ അടുത്ത് സ്നേഹമൊക്കെ നടിച്ചിട്ട് 3 ദിവസമായിട്ട് നിക്ക് അവളുടെ കൂടെ തന്നെയായിരുന്നു. അതിനിടയിൽ നൈസായിട്ട് അവൻ ആ മാപ്പ് എടുത്തിട്ട് മുങ്ങിയതാണ്. അവളെ ചതിച്ചതിന്റെ ദേഷ്യത്തിൽ വന്ന ഉടനെ തന്നെ അവൾ ആദ്യം അവനിട്ടൊരെണ്ണം പൊട്ടിക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷമാണ് അവൾ ഈ കാര്യങ്ങളൊക്കെ എല്ലാവരോടും പറയുന്നത്. അങ്ങനെ ആ ചർച്ചയ്ക്കിടയിലാണ് അവൾ ആ കുഴിയും അതിനകത്തുള്ള പ്രതിമയും കാണുന്നത്. ഒറ്റ നോട്ടത്തിൽ തന്നെ അത് ഈജിപ്ഷ്യൻ പ്രതിമയാണ് എന്ന കാര്യമൊക്കെ മനസ്സിലായി. അതുകൊണ്ട് തന്നെ അവൾ ആ ജനറലിനോട് സംസാരിക്കാൻ തുടങ്ങി. നമുക്ക് ഉടനെ തന്നെ ഈ വില്ലേജ് സീൽ ചെയ്യണം. എന്തായാലും വളരെ വിലപിടിപ്പുള്ള സാധനങ്ങളാണ് ഇതിനകത്ത് ഉണ്ടാവാൻ സാധ്യതയുള്ളത്. അത് ശത്രുക്കൾ എടുത്തുകൊണ്ട് പോവാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടത് എന്റെ ഡ്യൂട്ടിയാണ്. അതുകൊണ്ട് നിങ്ങൾ ഉടനെ തന്നെ ഇവിടെ സീൽ ചെയ്യണം എന്നാണ് അവൾ പറയുന്നത്. അങ്ങനെ പുറത്തുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് സെറ്റാക്കിയതിന് ശേഷം അവൾ നിക്കിനെയും വെയിലിനെയും കൂട്ടി വേഗം തന്നെ ആ കുഴിയിലേക്ക് ഇറങ്ങുകയാണ്. പക്ഷെ അവർ വിചാരിച്ച പോലെ അത്ര ചെറിയ കുഴിയൊന്നും അല്ലായിരുന്നു അത്. നല്ല ആഴമുണ്ടായിരുന്നതിന് വളരെ ശ്രദ്ധിച്ച് ഒരു കയറ് വഴി അവർ താഴേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ താഴേക്ക് ഇറങ്ങിയതിനു ശേഷം അവർ അവിടെയൊക്കെ പരിശോധിക്കാൻ തുടങ്ങി. ഒറ്റ നോട്ടത്തിൽ തന്നെ അതൊരു ശവകുടീരമാണ് എന്ന കാര്യം അവർക്ക് മനസ്സിലായിട്ടുണ്ട്. അങ്ങനെ അതൊക്കെ ചെക്ക് ചെയ്തുകൊണ്ട് നിൽക്കുമ്പോഴാണ് നിക്കിന്റെ ശരീരത്തിലേക്ക് എന്തോ വെള്ളം വന്ന് വീഴുന്നത്. അവൻ നോക്കുമ്പോൾ അത് വെള്ളമല്ലെന്ന് മനസ്സിലായി. ഇത് മെർക്കുറി ആണോ എന്നാണ് അവൻ ചോദിക്കുന്നത്. അത് കേൾക്കുന്ന ജെന്നി അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ തുടങ്ങി. ഈജിപ്ഷ്യൻ വിശ്വാസപ്രകാരം ഈ മെർക്കുറി എന്ന് പറയുന്നത് പ്രേതങ്ങളുടെ ശക്തിയെ ദുർബലമാക്കും. അതുകൊണ്ട് തന്നെ ഒരു ശരീരം അടക്കം ചെയ്യുമ്പോൾ അവർ മെർക്കുറി ഉപയോഗിക്കാറുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അവൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ആ സംസാരത്തിനിടയിലാണ് അവർ മറ്റൊരു കാര്യം ശ്രദ്ധിക്കുന്നത്. ആ മെർക്കുറി താഴെ വീഴുന്നതോടൊപ്പം തന്നെ അതെല്ലാം കൂടെ കൂട്ടത്തോടെ ഒരു ഭാഗത്തേക്കാണ് ചെന്ന് ചേരുന്നത്. അവരത് പോകുന്ന വഴിയെ നടക്കാൻ തുടങ്ങി. അങ്ങനെ നടന്ന് അവർ എത്തിച്ചേരുന്നത് മെർക്കുറിയുടെ ഒരു കുളത്തിന്റെ മുന്നിലാണ്. അതിന്റെ ചുറ്റുമായിട്ട് 4-5 പ്രതിമകൾ നിൽക്കുന്നുണ്ട്. മാത്രമല്ല എന്തോ കയറ് കെട്ടി താഴ്ത്തി വെച്ചിട്ടുമുണ്ട്. അവൾ അതൊക്കെ നോക്കി നിൽക്കുമ്പോൾ നിക്കും വെയിലും കൂടെ അവിടെ താഴെ കിടക്കുന്ന ശരീരങ്ങളാണ് ശ്രദ്ധിക്കുന്നത്. അതിന്റെയൊക്കെ ദേഹത്ത് ഒരുപാട് ആഭരണങ്ങളുണ്ട്. നിക്കാണെങ്കിൽ നൈസായിട്ട് അതിന് ഓരോന്നൊക്കെ അടിച്ചു മാറ്റാനുള്ള ശ്രമത്തിലാണ്. പക്ഷെ ജെന്നി അത് കാണുന്നുണ്ട്. അതിൽ തൊട്ടുപോയേക്കരുത് എന്നാണ് അവൾ പറയുന്നത്. അങ്ങനെ അവൾ അവിടേക്ക് പരിശോധിക്കുമ്പോഴാണ് അവൾക്ക് മറ്റൊരു കാര്യം മനസ്സിലാവുന്നത്. അതായത് ആ പ്രതിമയെല്ലാം ആ മെർക്കുറിയിലേക്ക് തന്നെയാണ് നോക്കി നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ കയറിൽ എന്തോ ഒരു സാധനം താഴേക്ക് കെട്ടി നിർത്തിയിരിക്കുകയാണ്. എന്തായാലും ഇതൊരു ശവകുടീരമല്ല, ഇത് ഏതോ ഒരു ശവത്തിന്റെ ജയിലാണ് എന്നൊക്കെയാണ് അവൾ പറയുന്നത്. ഈ സമയത്താണ് വെയിലിന്റെ വയർലെസ്സിൽ ഒരു കോള് വരുന്നത്. അത് ആ ജനറൽ ആയിരുന്നു. ഉടനെ തന്നെ നിങ്ങൾ പുറത്തേക്ക് വരണം, ശക്തമായിട്ടുള്ള ഒരു മണൽക്കാറ്റ് ഇവിടെ അടിക്കാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് നമുക്ക് വേഗം തിരിച്ചു പോകണം എന്നൊക്കെയാണ് അയാൾ പറയുന്നത്. പക്ഷെ ജെന്നി അതിന് സമ്മതിക്കുന്നില്ല. ഇവിടെയുള്ള കാര്യങ്ങൾ എന്താണെന്ന് കണ്ടുപിടിച്ചിട്ടേ പോകാൻ പറ്റത്തുള്ളൂ എന്നാണ് അവള് പറയുന്നത്. ഈ സമയം നിക്കാണെങ്കിൽ ആ ഏരിയ മൊത്തത്തിൽ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവൻ നോക്കുമ്പോൾ അവിടെ 2 വലിയ തൂണുകൾ തൂങ്ങി നിൽക്കുന്നുണ്ട്. അതെല്ലാം വലിയ വലിയ കയറിലാണ് കെട്ടിവെച്ചിരിക്കുന്നത്. അവൻ പെട്ടെന്നൊരു തോക്കെടുത്തിട്ട് അതിലൊരു കയറിലേക്ക് ഷൂട്ട് ചെയ്യാണ്. അതോടൊപ്പം തന്നെ ആ വലിയ തൂണുകളൊക്കെ താഴ്ന്നു വരാൻ തുടങ്ങി. അത് താഴ്ന്നു വരുന്നതോടൊപ്പം ആ മെർക്കുറിയിൽ മുക്കി നിർത്തിയിരിക്കുന്ന ഒരു ശവപ്പെട്ടി
പെട്ടിയാണ് പൊങ്ങി വരുന്നത്. അത് ആ ആമിനറ്റിനെ അടക്കം ചെയ്ത പെട്ടിയായിരുന്നു. അതൊക്കെ കണ്ട് അത്ഭുതത്തോടെ നോക്കിക്കൊണ്ട് നിൽക്കാണ് എല്ലാവരും. ഈ സമയത്താണ് കുറെ എട്ടുകാലികൾ അവിടെ നിന്ന് പുറത്തേക്ക് വരുന്നത്. വന്ന ഉടനെ തന്നെ അതെല്ലാവരെയും അറ്റാക്ക് ചെയ്യുന്നുണ്ട്. അത് കാണുന്ന വെയിലാണെങ്കിൽ അതിന് നേരെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ കാണുമ്പോൾ എന്തിനാണ് നീ ഷൂട്ട് ചെയ്യുന്നത്, അവറ്റകൾ കടിക്കത്തില്ല എന്നൊക്കെ നിക്ക് പറയുന്നുണ്ട്. പക്ഷെ വെയിൽ പറയുന്നത് അവറ്റകൾ എന്നെ കടിച്ചു, അതുകൊണ്ടാണ് ഞാൻ ഷൂട്ട് ചെയ്യുന്നതെന്നാണ്. അങ്ങനെ നിക്ക് വീണ്ടും ആ ശവപ്പെട്ടിയിലേക്ക് നോക്കുമ്പോഴാണ് അവനൊരു വിഷം വരുന്നത്. അതിലവൻ കാണുന്നത് ഈ ആമിനറ്റിന്റെ യഥാർത്ഥ രൂപത്തെയാണ്. അവൾ ഇപ്പോൾ ഒരു മരുഭൂമിയിലാണ് നിൽക്കുന്നത്. അവൾ വേഗം തന്നെ അവന്റെ അടുത്തേക്ക് വരുന്നു. അതിനുശേഷം നീയാണ് എന്നെ തുറന്നു വിട്ടത് എന്നാണ് അവൾ പറയുന്നത്. മാത്രമല്ല സെറ്റപ്പായി എന്ന് പറയുന്ന ഒരു വാക്കും കൂടെ അവൾ പറയുന്നുണ്ട്. അതൊരു ഈജിപ്ഷ്യൻ വാക്കാണ്. അതിന്റെ അർത്ഥം നിന്നെയാണ് ഞാൻ തെരഞ്ഞെടുത്തിരിക്കുന്നതെന്നാണ്. അത്രയും പറഞ്ഞതിന് ശേഷം അവൾ അവനെ കിസ് ചെയ്യുകയും ചെയ്യുന്നു. അവനാണെങ്കിൽ ഒന്നും മനസ്സിലാവാതെ നിൽക്കുകയാണ്. ഈ സമയം ജെന്നി വിളിച്ചിട്ടാണ് അവൻ ആ സ്വപ്നത്തിൽ നിന്ന് ഉണരുന്നത്. അവൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് പട്ടാളക്കാരോട് മൊത്തം ഇങ്ങോട്ട് വരാൻ പറഞ്ഞിട്ട് ഈ പെട്ടി ഇവിടെ നിന്ന് എടുത്തോണ്ട് പോകണം. ഏകദേശം 5000-ഓളം വർഷം പഴക്കമുണ്ട് ഇതിന്. അതുകൊണ്ട് ഇത് ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് കൊണ്ടുപോയേ പറ്റൂ എന്നൊക്കെയാണ് അവൾ പറയുന്നത്. അങ്ങനെ അവർ വിളിച്ചതിനെ തുടർന്നിട്ട് മിലിറ്ററി മൊത്തം അങ്ങോട്ട് വന്നിട്ടുണ്ട്. അവരൊരു ഹെലികോപ്റ്റർ വഴി ആ പെട്ടി മുകളിലേക്ക് ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയം കുറേയേറെ കാക്കകൾ അവിടെ കൂടിയിട്ടുണ്ട്. അവറ്റകളെല്ലാം വല്ലാതെ ബഹളം വെച്ചുകൊണ്ടിരിക്കുകയാണ്. ബാക്കിയുള്ളവരാരും ഇത് ശ്രദ്ധിക്കുന്നില്ലെങ്കിലും നിക്ക് അത് ശ്രദ്ധിക്കുന്നുണ്ട്. അങ്ങനെ അവർ വേഗം തന്നെ ആ പെട്ടിയും കൊണ്ട് പോകുന്നത് ഒരു വിമാനത്തിന്റെ അടുത്തേക്കാണ്. അതിനുശേഷം പെട്ടെന്ന് തന്നെ അവർ ആ പെട്ടി വിമാനത്തിൽ ലോഡ് ചെയ്യുന്നു. ഈ സമയമാകുമ്പോഴേക്കും ആ മണൽക്കാറ്റൊക്കെ അങ്ങോട്ട് വന്നിട്ടുണ്ട്. പക്ഷെ അത് അവരെ കവർ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ആ വിമാനം അവിടെ നിന്ന് പറന്നു വരികയാണ്. അങ്ങനെ അവർ ആ ഫ്ലൈറ്റിൽ കയറി അവിടെ നിന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയം ജെന്നിയും നിക്കും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൾക്കിപ്പോഴും അവളുടെ കയ്യിൽ നിന്ന് ആ സാധനം മോഷ്ടിച്ചുകൊണ്ട് അവന്റെ അടുത്തുള്ള ദേഷ്യമൊന്നും മാറിയിട്ടില്ല. അതിനെക്കുറിച്ചിട്ടാണ് അവൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ ആമിനറ്റ് കിടക്കുന്ന ആ പെട്ടിയുണ്ടല്ലോ, അതിനെ സാർക്കോഫാഗസ് എന്നാണ് പറയുന്നത്. ജെന്നി പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സാർക്കോഫാഗസ് ഉണ്ടാവേണ്ടത് ഈജിപ്തിലാണ്. പക്ഷെ അത് എങ്ങനെ ഇംഗ്ലണ്ടിൽ വന്നു, അതിന്റെ പിന്നിൽ വലിയൊരു കഥ തന്നെ ഉണ്ടാവും. ഇതൊന്നും അറിയാതെയല്ലേ നീ ആ സാധനം മോഷ്ടിച്ചിട്ട് ബ്ലാക്ക് മാർക്കറ്റിൽ വിൽക്കാൻ ശ്രമിച്ചത്? ഞാൻ എത്ര കാലമായിട്ട് ഈ റിസർച്ചിന്റെ പുറകിലാണെന്ന് നിനക്കറിയോ? അതിനൊന്നും ഒരു വിലയും കൊടുക്കാതെയല്ലേ നീ അത് മോഷ്ടിക്കാൻ ശ്രമിച്ചത്? അതൊരിക്കലും എനിക്ക് ക്ഷമിച്ചു തരാൻ പറ്റത്തില്ല എന്നൊക്കെയാണ് അവൾ പറയുന്നത്. അതെല്ലാം കേൾക്കുമ്പോൾ ശരിയാണ്, ഞാൻ സമ്മതിച്ചു, പക്ഷെ ഞാൻ എന്റെ ഇഷ്ടം നിന്നോട് പറഞ്ഞത് ചുമ്മാതെയല്ല എന്നൊക്കെയാണ് അവൻ പറയുന്നത്. അങ്ങനെ ആ സംസാരത്തിന് ശേഷം ജെന്നി നേരെ ചെല്ലുന്നത് ആ സാർക്കോഫാഗസിന്റെ അടുത്തേക്കാണ്. അവൾ അതിൽ എഴുതിയിരിക്കുന്നൊക്കെ വായിച്ചു നോക്കുകയാണ്. അതിലുള്ള ശരീരത്തിന്റെ പേര് ആമിനറ്റ് എന്നാണ് എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആ പെട്ടിയിൽ തന്നെ എഴുതിയിട്ടുണ്ട്. അവൾ അതൊക്കെ വായിക്കുമ്പോൾ നിക്കിന് ആമിനറ്റിനെ കാണാൻ സാധിക്കുന്നുണ്ട്. മാത്രമല്ല സെറ്റിന് വേണ്ടിയിട്ട് അവൾ ഒരാളെ കുത്താൻ ഒരുങ്ങിയിട്ടില്ലായിരുന്നു. ആ സ്ഥാനത്ത് ഇപ്പോൾ അവനെ തന്നെയാണ് അവന് കാണാൻ സാധിക്കുന്നത്. അതൊരു ഞെട്ടലാണ് അവനിൽ ഉണ്ടാക്കുന്നത്. അങ്ങനെ അവൾ അവിടെ നിന്ന് തിരിച്ചു വന്നു കഴിയുമ്പോൾ വെയിലാണെങ്കിൽ ആ പെട്ടിയുടെ അടുത്ത് നിൽക്കുകയാണ്. അവൻ അതിൽ കെട്ടിയിരിക്കുന്ന കയറൊക്കെ അറുത്തു മാറ്റാനുള്ള ശ്രമത്തിലാണ്. അത് കാണുമ്പോൾ അങ്ങനെ ചെയ്യരുത് എന്നെല്ലാവരും പറയുന്നുണ്ട്. പക്ഷെ അവനതൊന്നും കേൾക്കുന്നില്ല. ഈ സമയം ആ ജനറൽ അവന്റെ അടുത്തേക്ക് ചെന്നിട്ട് അവനോട് ദേഷ്യപ്പെടാൻ തുടങ്ങി. അത് കണ്ട ഉടനെ തന്നെ അവൻ ആ കത്തി വെച്ചിട്ട് ജനറലിനെ കുത്തുകയാണ്. അതോടൊപ്പം തന്നെ അയാൾ മരിച്ച് താഴേക്ക് വീഴുകയും ചെയ്യുന്നു. അവൻ അങ്ങനെ ചെയ്യുന്നൊക്കെ കണ്ടിട്ട് ആർക്കും ഒന്നും മനസ്സിലാവുന്നില്ല. ഈ സമയം അവൻ ബാക്കിയുള്ളവരുടെ അടുത്തേക്ക് വരാൻ തുടങ്ങി. അവന്റെ രൂപത്തിൽ തന്നെ മൊത്തത്തിലൊരു മാറ്റമൊക്കെ വന്നിട്ടുണ്ട്. ഒരു സോംബിയെ പോലെയാണ് അവൻ ഇരിക്കുന്നത്. ഈ സമയം ബാക്കി പട്ടാളക്കാർ അവന് നേരെ തോക്കി കൊണ്ടുന്നുണ്ട്. അത് കാണുന്ന നിക്കാണെങ്കിൽ പെട്ടെന്ന് തന്നെ ആ തോക്കൊക്കെ തട്ടിപ്പറിച്ച് വാങ്ങുകയാണ്. ഈ സമയം വെയില് നിക്കിന് നേരെ ആ കത്തി ചൂണ്ടുന്നു. അങ്ങനെ അവൻ അവരെ കൊല്ലാൻ വേണ്ടി അവരുടെ അടുത്തേക്ക് വരുമ്പോഴാണ് മറ്റൊരു നിവൃത്തിയുമില്ലാതെ നിക്കിന് അവനെ ഷൂട്ട് ചെയ്യേണ്ടി വരുന്നത്. അതോടൊപ്പം തന്നെ അവൻ മരിച്ച് താഴേക്ക് വീഴുകയും ചെയ്യുന്നു. ഈ സമയത്താണ് മറ്റൊരു കാര്യം സംഭവിക്കുന്നത്. ആ വിമാനത്തിന്റെ ഒരു എഞ്ചിൻ തകർന്നു പോവാണ്. അതോടൊപ്പം തന്നെ അതിന്റെ കൺട്രോളും പോകുന്നുണ്ട്. എന്താണ് സംഭവിച്ചതെന്ന് അറിയാൻ വേണ്ടി അവർ വേഗം തന്നെ കോക്പിറ്റിലേക്ക് ചെല്ലുന്നു. പക്ഷെ അവർക്കും ഒന്നും മനസ്സിലാവുന്നില്ല. പെട്ടെന്നാണ് ഒരു പക്ഷി വന്നിട്ട് ആ ചില്ലിനിട്ട് ഇടിക്കുന്നത്. അതോടൊപ്പം തന്നെ ആ ചില്ല് തകരുകയും ചെയ്യുന്നു. അതിനെ തുടർന്നിട്ട് ഒരുപാട് പക്ഷികൾ അങ്ങോട്ട് പറന്നു വരുന്നുണ്ട്. അതെല്ലാം ആ വിമാനത്തിന് അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം വിമാനത്തിന്റെ മുഴുവൻ കൺട്രോളും പോയിട്ട് അത് താഴേക്ക് വീഴാൻ തുടങ്ങി. കുറെ ആളുകൾ അതിൽ നിന്ന് തെറിച്ചു പോകുന്നുണ്ട്. ആ വിമാനത്തിനകത്ത് ആകെ ഉണ്ടായിരുന്ന ഒരു പാരച്യൂട്ടാണ്. നിക്ക് എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ആ പാരച്യൂട്ട് എടുത്തിട്ട് ജെന്നിക്ക് ഇട്ടു കൊടുക്കുന്നു. അതിനുശേഷം വളരെ കഷ്ടപ്പെട്ട് അവരതിൽ പിടിച്ചിരിക്കുകയാണ്. അങ്ങനെ ആ വിമാനം താഴേക്ക് വീഴുന്നതിന് മുമ്പ് തന്നെ അവൻ ജെന്നിയുടെ ആ പാരച്യൂട്ട് ഓപ്പൺ ആക്കിയിട്ട് അവളെ പുറത്തേക്ക് വിടുന്നു. അങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ ആ വിമാനം താഴേക്ക് വന്ന് വീണ് ക്രാഷ് ആവുകയാണ്. അങ്ങനെ കുറച്ച് സമയങ്ങൾ കഴിഞ്ഞു. ആ വിമാനം അപകടത്തിൽപ്പെട്ടതിനെ തുടർന്നിട്ട് അതിലുള്ള എല്ലാ ആളുകളും മരിച്ചിട്ടുണ്ട്. അവരുടെ ബോഡിയെല്ലാം ഒരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. നിക്ക് മരിച്ച വിവരം അറിഞ്ഞിട്ട് ജെന്നി ആണെങ്കിൽ ആകെ വിഷമത്തിലിരിക്കുകയാണ്. ഈ സമയത്താണ് അവിടുത്തെ ഡോക്ടർമാരൊക്കെ അവളുടെ അടുത്തേക്ക് വരുന്നത്. നീ ഉടനെ തന്നെ മോർച്ചറിയിലേക്ക് വരണം, എന്നിട്ട് ആ ബോഡിയൊക്കെ ഒന്ന് ഐഡന്റിഫൈ ചെയ്യണം എന്നാണ് ആ ഡോക്ടേഴ്സ് പറയുന്നത്. അതെല്ലാം കേട്ടുകൊണ്ട് ഒന്നും മിണ്ടാതെ അവിടെ തന്നെ ഇരിക്കുകയാണ് അവൾ. ഇതേ സമയം തന്നെ ആ മോർച്ചറിയിലായിട്ട് മുഴുവൻ ശരീരങ്ങളും നിരത്തി കിടത്തിയിരിക്കുകയാണ്. പെട്ടെന്നാണ് നിക്ക് അവിടെ നിന്ന് എഴുന്നേൽക്കുന്നത്. അവൻ വേഗം തന്നെ അവനെ കിടത്തി
വെച്ചിരിക്കുന്ന ബാഗ് കൂരി മാറ്റുന്നു. എന്താണ് സംഭവിച്ചത് എന്ന് അവന് മനസ്സിലാവുന്നില്ല. ഈ സമയത്താണ് വെയിൽ അവന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നത്. അവൻ മരിച്ചു പോയതാണല്ലോ, പിന്നെ എങ്ങനെയാണ് ഇവൻ വീണ്ടും വന്നത് എന്നതിനെ കുറിച്ചിട്ടാണ് നിക്ക് ഇപ്പോൾ ആലോചിക്കുന്നത്. നമുക്ക് കുറച്ച് സംസാരിക്കാനുണ്ട് എന്നാണ് വെയിൽ അവനോട് പറയുന്നത്. അതെല്ലാം കേൾക്കുമ്പോൾ എന്താണ് എനിക്ക് സംഭവിച്ചത്, ഞാൻ ശരിക്കും മരിച്ചുപോയോ അവൻ ചോദിക്കുന്നു. ഇല്ല നിക്ക്, നീ ഇതുവരെയായിട്ടും മരിച്ചിട്ടില്ല, ഞാൻ പറഞ്ഞില്ലേ നമുക്ക് കുറച്ച് സംസാരിക്കാനുണ്ട് അവൻ മറുപടി പറയുന്നു. പെട്ടെന്നാണ് ജെന്നിയും ആ ഡോക്ടേഴ്സും കൂടെ ആ റൂമിലേക്ക് കയറി വരുന്നത്. അപ്പോഴേക്കും വെയിൽ അവിടെ നിന്ന് അപ്രത്യക്ഷമാവുകയും ചെയ്യുന്നു. ഈ സമയം നിക്കാണെങ്കിൽ തുണിയൊന്നും എടുക്കാതെയാണല്ലോ അവിടെ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരെ കണ്ട ഉടനെ അവൻ പുറകിലേക്ക് മാറി നിൽക്കുകയാണ്. ഇതേ സമയം തന്നെ ആ വിമാനം വന്ന് തകർന്ന സ്ഥലത്ത് 2 പോലീസുകാർ വന്നിട്ട് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവരവിടേക്ക് സെർച്ച് ചെയ്യുമ്പോൾ വല്ലാത്തൊരു അന്തരീക്ഷമാണ് അവർക്ക് അവിടെ കാണാൻ സാധിക്കുന്നത്. ഈ സമയത്താണ് ഒരു പോലീസുകാരൻ ആ സാർക്കോഫാഗസ് കാണുന്നത്. അയാൾ പതുക്കെ അതിന്റെ അടുത്തേക്ക് നടക്കാൻ തുടങ്ങി. അതിനടുത്താണെങ്കിൽ കുറെ കാക്കകൾ ഇരുന്നിട്ട് ബഹളം വെക്കുന്നുണ്ട്. അയാൾ വേഗം ചെന്നിട്ട് ആ പെട്ടി ഓപ്പൺ ചെയ്യുന്നു. അതിനകത്തുണ്ടായിരുന്നത് ആംനെറ്റിന്റെ ആ ശരീരമാണ്. ഒരു വല്ലാത്ത അവസ്ഥയിലാണ് ആ ശരീരം കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ശരീരം കണ്ടെത്തിയ കാര്യം അറിയിക്കാൻ വേണ്ടിയിട്ട് അയാൾ മറ്റേ പോലീസുകാരനെ വിളിക്കുകയാണ്. പെട്ടെന്നാണ് ആംനെറ്റ് എഴുന്നേറ്റിട്ട് അയാൾ അറ്റാക്ക് ചെയ്യുന്നത്. അയാളുടെ മുഴുവൻ ശരീരഭാഗങ്ങളും അവൾ വലിച്ചെടുക്കുന്നുണ്ട്. ആ ശബ്ദം കേട്ടിട്ട് മറ്റേ പോലീസുകാരൻ അങ്ങോട്ട് ഓടി വരുമ്പോൾ ആ കാഴ്ച അയാളെ ശരിക്കും ഞെട്ടിച്ചു കളഞ്ഞു. ആ പോലീസുകാരന്റെ ശരീരത്തിലെ സത്ത് മുഴുവൻ ഊറ്റിയെടുത്തിട്ടുണ്ട്. അയാൾ ഇപ്പൊ അവിടെ കിടന്ന് പെടഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്താണ് സംഭവിച്ചത് എന്നയാൾക്ക് മനസ്സിലാവുന്നില്ല. പെട്ടെന്നാണ് ആംനെറ്റ് അയാളെ അറ്റാക്ക് ചെയ്യുന്നത്. അയാളുടെ ശരീരവും അവൾ വലിച്ചെടുക്കുകയാണ്. ഇത് നമ്മൾ മമ്മി ഫസ്റ്റിൽ കണ്ട പോലെ തന്നെയാണ്. എത്ര പേരെ കൊല്ലുന്നോ അതിനനുസരിച്ചിട്ട് അവളുടെ ശരീരഭാഗങ്ങളും വളർന്നു വരും. ഇതാണ് ഇപ്പൊ ഇവിടെ സംഭവിക്കുന്നത്. അങ്ങനെ അവരുടെ 2 പേരുടെയും ശരീരം മൊത്തം വലിച്ചെടുത്തിട്ട് അവൾ പതുക്കെ പതുക്കെ അവിടെ നിന്ന് എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങി. അവൾ വിളിച്ചതിനെ തുടർന്നിട്ട് ആ 2 പോലീസുകാരുടെ ശരീരങ്ങളും അവളുടെ പുറകെ പോകുന്നുണ്ട്. അങ്ങനെ കുറച്ചു സമയങ്ങൾ കൂടെ കഴിഞ്ഞു. നിക്കും ജെന്നിയും കൂടെ ഇപ്പോൾ ഒരു ബാറിലിരിക്കുകയാണ്. ആ വിമാനം തകർന്നു വീണിട്ടും നിക്കിന്റെ ശരീരത്തിൽ ഒരു പോറൽ പോലും പറ്റിയിട്ടില്ല. അതുകൊണ്ട് തന്നെ അവൾ ആകെ അത്ഭുതത്തിലാണ്. എങ്ങനെയാണ് നീ രക്ഷപ്പെട്ടത് എന്നൊക്കെയാണ് അവൾ ചോദിക്കുന്നത്. പക്ഷെ നിക്കിനും അത് മനസ്സിലായിട്ടില്ല. അതുകൊണ്ട് തന്നെ അവൻ കൈ മലർത്തി കാണിക്കുകയാണ് ചെയ്യുന്നത്. ഈ സമയം ജെന്നി ഒരു കാര്യം പറയാൻ തുടങ്ങി. അവൾ കുറെ കാലമായിട്ട് ഈ ആർക്കിയോളജിസ്റ്റുകളുമായിട്ട് കൂടിച്ചേർന്ന് റിസർച്ചിലായിരുന്നു. ആ റിസർച്ചിൽ അവർക്ക് കണ്ടെത്താൻ സാധിച്ചത് പണ്ട് ഈജിപ്തിൽ ജീവിച്ചിരുന്ന ഒരു രാജകുമാരിയെ കുറിച്ചിട്ടാണ്. അങ്ങനെ ഒരാൾ ജീവിച്ചിരുന്നെങ്കിലും ഇപ്പോൾ അവളുടെ മുഴുവൻ ഹിസ്റ്ററി മായ്ക്കപ്പെട്ടിരിക്കുകയാണ്. അതെന്തുകൊണ്ടാണ് എന്നവർക്ക് മനസ്സിലായിട്ടില്ല. ആ റിസർച്ചിനിടയിലാണ് അവരൊരു ഡാഗറിനെ കുറിച്ച് കേൾക്കുന്നത്. അതായത് ഒരു കത്തിയെ കുറിച്ചിട്ട്. മരണത്തിന്റെ ദൈവമായ സെറ്റിന്റെ ഡാഗറാണത്. ആ ഡാഗർ വേണ്ട വിധത്തിൽ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ സെറ്റ് എന്ന മരണത്തിന്റെ ദൈവത്തിന് ഒരാളുടെ ശരീരത്തിലൂടെ ജനിക്കാൻ സാധിക്കും. ആ ഡാഗറിന് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. അതിന്റെ പിടിയിലായിട്ട് ഒരു ചുവന്ന കല്ലുണ്ട്. അത് ഒരുമിച്ചുണ്ടെങ്കിൽ മാത്രമേ സെറ്റിന് ജീവിതത്തിലേക്ക് വരാൻ സാധിക്കത്തുള്ളൂ. ആ കല്ല് എങ്ങനെയോ ആ ഡാഗറിൽ നിന്ന് വേർപെട്ടു പോയിട്ടുണ്ടായിരുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് അന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അതിനെ തുടർന്ന് വീണ്ടും ഞങ്ങൾ ആ ഡാഗറിനെ കുറിച്ച് അന്വേഷിക്കാൻ തുടങ്ങി. അതിൽ നിന്ന് ഞങ്ങൾക്ക് മനസ്സിലായത് ആ കല്ല് മാത്രം ഇംഗ്ലണ്ടിലേക്ക് വന്നിട്ടുണ്ടെന്നാണ്. ഏതോ ഒരാളുടെ ശവക്കല്ലറയിലാണ് ആ കല്ലിപ്പോഴിരിക്കുന്നത്. അങ്ങനെ ഇരിക്കെയാണ് ഇവിടുത്തെ റെയിൽപാളത്തിന് വേണ്ടിയിട്ട് കുഴിയെടുക്കുമ്പോൾ ഒരുപാട് ശവകുടീരങ്ങൾ ഞങ്ങൾക്ക് കാണാൻ സാധിച്ചത്. അതിനകത്ത് ആ കല്ലുണ്ടാവാൻ സാധ്യതയുണ്ട് എന്നാണ് ഞങ്ങൾ വിശ്വസിച്ചത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അവിടെ ഒരു പരിശോധനയൊക്കെ നടത്തി. അതിനിടയിലാണ് ഞങ്ങൾ അവിടെ ഒരു എംബ്ലം കാണുന്നത്. അതിനെക്കുറിച്ചിട്ടുള്ള അന്വേഷണത്തിലാണ് ഈജിപ്തിൽ ജീവിച്ചിരുന്ന രാജകുമാരി ആംനെറ്റ് ആണ് എന്ന കാര്യം ഞങ്ങൾക്ക് മനസ്സിലായത്. പിന്നെ നീ ഒന്ന് ഓർത്തു നോക്കിക്കേ, നമ്മൾ ആംനെറ്റിന്റെ ആ പെട്ടി അവിടെ നിന്ന് ഉയർത്തിയപ്പോൾ തന്നെ വലിയൊരു മണൽക്കാറ്റാണ് ഉണ്ടായത്. മാത്രമല്ല കുറെ പക്ഷികൾ വന്നിട്ട് നമ്മൾ സഞ്ചരിച്ച വിമാനം തകർത്ത് കളയുകയും ചെയ്തു. എന്നിട്ട് എന്താണ് ഉണ്ടായത്? ഒരു പോറൽ പോലും പറ്റാതെ നീ ഇപ്പോൾ ഇവിടെ ജീവനോടെ ഇരിക്കുകയാണ്. ഇതൊക്കെ എങ്ങനെയാണ് സംഭവിച്ചത്? ഒരുപക്ഷെ ഈ പ്രശ്നങ്ങളുമായിട്ട് ആ ശരീരത്തിനും ബന്ധമുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അവൾ പറയുന്നത്. നിക്കാണെങ്കിൽ അതെല്ലാം ശ്രദ്ധയോടെ കേട്ടോണ്ടിരിക്കുകയാണ്. ഈ സമയത്താണ് വെയില് വീണ്ടും അങ്ങോട്ട് വന്ന് അവനെ വിളിക്കുന്നത്. പക്ഷെ വേറെ ആർക്കും അവനെ കാണാൻ സാധിക്കുന്നില്ല. കുറെ നേരമായിട്ട് അവൻ ശല്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പൊ വരാമെന്ന് പറഞ്ഞിട്ട് നിക്ക് വേഗം അവന്റെ പുറകെ പോവാണ്. അങ്ങനെ അവൻ അവിടെ നിന്ന് പോയി കഴിയുമ്പോൾ ജെന്നി നേരെ വിളിക്കുന്നത് ആ ഹെൻറിയാണ്. നിക്കുമായി ബന്ധപ്പെട്ടിട്ട് എന്തൊക്കെയോ പ്രശ്നം ഇവിടെ നടക്കുന്നുണ്ട്. പക്ഷെ എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്നാണ് അവള് പറയുന്നത്. അതെല്ലാം കേൾക്കുമ്പോൾ നീ ഒന്നുകൊണ്ടും ടെൻഷൻ അടിക്കണ്ട, എങ്ങനെയെങ്കിലും നീ അവനെയും കൊണ്ട് എന്റെ അടുത്തേക്ക് വാ, ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം എന്നാണ് ഹെൻറി പറയുന്നത്. ഇതേ സമയം നിക്കാണെങ്കിൽ ആ വെയിലിനോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. നോക്ക് നിക്ക്, എനിക്ക് നിന്നോട് ഒന്നേ പറയാനുള്ളൂ. ആ പ്ലെയിൻ തകർന്നിട്ട് നീ രക്ഷപ്പെട്ടത് ചുമ്മാതെയൊന്നുമല്ല, അവളാണ് നിന്നെ രക്ഷപ്പെടുത്തിയത്. അവള് പറഞ്ഞ ആ വാക്ക് നീ ഓർക്കുന്നില്ലേ? സെറ്റപ്പായി. അതിന്റെ അർത്ഥം അവൾ നിന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നു എന്നാണ്. നിന്നെ വെച്ചിട്ട് അവൾക്ക് എന്തോ ചില പ്ലാനുകളൊക്കെ ഉണ്ട്. അതുകൊണ്ട് അതെല്ലാം നടത്തി കൊടുക്കാൻ നീ അവളെ സഹായിച്ചേ പറ്റൂ. അല്ലാത്ത പക്ഷം നിനക്ക് ഇതിൽ നിന്ന് ഊരിപ്പോരാൻ സാധിക്കത്തില്ല. നീ ഇനി രക്ഷപ്പെടാൻ ശ്രമിച്ചാലും അത് നടക്കാൻ പോകുന്നില്ല എന്നൊക്കെയാണ് വെയില് പറയുന്നത്. അതെല്ലാം കേട്ട് ഒന്നും മനസ്സിലാവാതെ നിൽക്കാണ് നിക്ക്. അങ്ങനെ അവൻ വേഗം തന്നെ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നു. അവൻ അവിടെ നിന്ന് പോകാൻ തുടങ്ങുമ്പോഴാണ് പെട്ടെന്ന് എന്തൊക്കെയോ ഒരു ശബ്ദം കേൾക്കുന്നത്. അവൻ നോക്കുമ്പോൾ കുറെ എലികൾ അങ്ങോട്ട് വരുന്നുണ്ട്. മാത്രമല്ല ആ എലികൾക്ക് പുറകിലായിട്ട് ആമിനറ്റിന്റെ ശരീരവും നടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. അത് അവന് നേരെയാണ് വരുന്നതെന്ന് കാണുമ്പോൾ അവൻ വേഗം തന്നെ അവിടെ നിന്ന് ഓടാൻ തുടങ്ങി. കുറെ ഓടി ഒരിടത്തെത്തുമ്പോൾ ഒരുപാട് എലികൾ അങ്ങോട്ട് വരുന്നുണ്ട്. അത് കൂട്ടത്തോടെ അവൻ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവനാണെങ്കിൽ അവിടെ നിന്ന് രക്ഷപ്പെടാൻ പറ്റാതെ
പറ്റാതെ താഴേക്ക് വീഴുകയും ചെയ്യുന്നു. ഈ സമയം ആ എലികളെല്ലാം കൂടെ അവന്റെ ദേഹത്തേക്ക് കയറി നിറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്താണ് ആമിനറ്റ് അവന്റെ അടുത്തേക്ക് വരുന്നത്. ഈ ഒരു അവസരത്തിലും അവൾ പറയുന്നത് സെറ്റപ്പായി എന്നാണ്. അവൾ അത് പറഞ്ഞു തീരുമ്പോഴേക്കും പെട്ടെന്ന് നിക്ക് അവിടെ നിന്ന് എഴുന്നേൽക്കുകയാണ്. ജെന്നിയുടെ അടുത്താണ് അവൻ നിൽക്കുന്നത്. അവൾ അവനെ പിടിച്ച് മാറ്റിയിട്ടില്ലായിരുന്നെങ്കിൽ അതിലെ വന്ന വണ്ടികളൊക്കെ അവൻ ഇടിച്ചേനെ. ഈ സമയം നിക്കാണെങ്കിൽ ഓരോരോ പിച്ചും പേയൊക്കെ പറയുന്നുണ്ട്. അത് കാണുമ്പോൾ നിന്റെ ശരീരത്തിനല്ല നിന്റെ മനസ്സിനാണ് പ്രശ്നം പറ്റിയിരിക്കുന്നത്, അതുകൊണ്ട് നമുക്ക് ഉടനെ ഒരു സൈക്യാട്രിസ്റ്റിനെ കാണാൻ പോവാം എന്നൊക്കെയാണ് അവൾ പറയുന്നത്. അതെല്ലാം കേൾക്കുമ്പോൾ എനിക്കൊന്നും പറ്റിയിട്ടില്ല ജെന്നി, നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല കാര്യങ്ങൾ. അവൾ ഇപ്പോഴും ജീവനോടെ തന്നെയുണ്ട്, ഞാൻ അവളെ കണ്ടിട്ടുണ്ടായിരുന്നു. സെറ്റപ്പായി എന്ന് പറഞ്ഞൊരു വാക്കാണ് അവൾ പറയുന്നത്. അതിന്റെ അർത്ഥം അവൾ എന്നെ തെരഞ്ഞെടുത്തു എന്നാണ് എന്നൊക്കെയാണ് അവൻ പറയുന്നത്. അവനത് പറഞ്ഞു തീരുമ്പോൾ അവന് മറ്റൊരു വിഷം വരികയാണ്. അത് ആമിനറ്റിന്റെ ആ പെട്ടി കിടക്കുന്ന സ്ഥലമാണ്. അത് കാണുമ്പോൾ നമുക്ക് ഉടനെ തന്നെ ആ ബോക്സ് കണ്ടെടുക്കണം എന്ന് പറഞ്ഞിട്ട് അവൻ ജെന്നിയെയും കൂട്ടിയിട്ട് ആ പെട്ടി ഇരിക്കുന്ന സ്ഥലത്തേക്ക് പോവാണ്. ഇതേ സമയം തന്നെ ആമിനറ്റ് ആണെങ്കിൽ വേറെ ആളുകളെ കൊന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവളുടെ ശരീരത്തിന്റെ മുക്കാൽ ഭാഗത്തോളം ഇപ്പോൾ പൂർണ്ണമായ ഒരു അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട്. അങ്ങനെ അവർ രണ്ടുപേരും വേഗം തന്നെ ആ പ്ലെയിൻ ക്രാഷ് നടന്ന സ്ഥലത്തേക്ക് എത്തുന്നു. അവിടേക്കൊന്ന് സെർച്ച് ചെയ്തതിന് ശേഷം നിക്ക് വേഗം മുന്നോട്ട് നടക്കാൻ തുടങ്ങി. പക്ഷെ അവൻ എക്സാക്ട് ആ ക്രാഷ് നടന്ന സ്ഥലത്തേക്കല്ല പോകുന്നത്. അത് കാണുമ്പോൾ നീ ഇത് എങ്ങോട്ടാണ് ഈ പോകുന്നത്, അവിടെയല്ല ക്രാഷ് നടന്നത്, കുറച്ച് അപ്പുറത്താണ് എന്നൊക്കെയാണ് ജെന്നി പറയുന്നത്. അല്ല, ഈ വഴിയാണ് പോവേണ്ടത് എന്ന് പറഞ്ഞിട്ട് അവൻ വീണ്ടും മുന്നോട്ട് നടക്കുന്നു. അതെല്ലാം കാണുമ്പോൾ നീ മണ്ടത്തരം പറയാതെ ഇവിടെയല്ല ക്രാഷ് നടന്നത്, കുറച്ച് അപ്പുറത്താ, ഞാൻ കാണിച്ചുതരാം, നീ എന്റെ കൂടെ വാ എന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് നടക്കാൻ തുടങ്ങി. പക്ഷെ നിക്ക് അവളുടെ പുറകെ പോകുന്നില്ല. അവൻ എന്തോ ആലോചിച്ചുകൊണ്ട് അവിടെ തന്നെ നിൽക്കുകയാണ്. ഈ സമയത്താണ് ഒരു ശബ്ദം കേൾക്കുന്നത്. അവൻ തിരിഞ്ഞു നോക്കുമ്പോൾ കുറച്ച് ദൂരെ നിന്നും ആമിനറ്റ് അവനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അവളിപ്പോ നിൽക്കുന്നത് ഒരു പള്ളിക്കുള്ളിലാണ്. അതുകൊണ്ട് തന്നെ അവൻ വേഗം തന്നെ ആ പള്ളിക്കകത്തേക്ക് ചെല്ലുന്നു. അതിനുശേഷം അവിടെയൊക്കെ സെർച്ച് ചെയ്യാൻ തുടങ്ങി. പെട്ടെന്നാണ് കുറെ മമ്മികൾ അങ്ങോട്ട് വന്നിട്ട് അവനെ പിടിക്കുന്നത്. അതിനുശേഷം നേരെ അവനൊരു ടേബിളിലേക്ക് കിടത്തുന്നു. അവനാണെങ്കിൽ എത്ര ശ്രമിച്ചിട്ട് അവിടെ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുന്നില്ല. പെട്ടെന്നാണ് ആമിനറ്റ് അവന്റെ മുകളിലേക്ക് ചാടി വീഴുന്നത്. വന്ന ഉടനെ തന്നെ അവൾ അവന്റെ ശരീരം മൊത്തം പരതിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആ സെർച്ചിങ് ഒക്കെ കഴിഞ്ഞ് എല്ലാം ഓക്കെ ആണെന്ന് മനസ്സിലാവുമ്പോൾ അവൾ പെട്ടെന്ന് അവിടെ ഇരിക്കുന്ന ഒരു പ്രതിമയുടെ തല തകർത്ത് കളയുന്നു. അതിനകത്തായിരുന്നു സെറ്റിന്റെ ആ ഡാഗർ ഉണ്ടായിരുന്നത്. അവൾ വേഗം തന്നെ അത് എടുക്കുന്നു. അതിനുശേഷം എന്തൊക്കെയോ മന്ത്രം ചൊല്ലി അവനെ കുത്താൻ ഒരുങ്ങുമ്പോഴാണ് അവൾ ആ കാര്യം ശ്രദ്ധിക്കുന്നത്. ആ കത്തിക്ക് മുകളിലായിട്ട് ആ കല്ലില്ല. അതുകൊണ്ട് തന്നെ ഇനി അത് വെച്ച് കുത്തിയിട്ട് കാര്യവുമില്ല. അതൊക്കെ കണ്ടാകെ ദേഷ്യത്തിലിരിക്കുമ്പോഴാണ് നിക്കിനെ അന്വേഷിച്ചുകൊണ്ട് ജെന്നി ആ പള്ളിക്കകത്തേക്ക് കയറി വരുന്നത്. ആ കാഴ്ച കണ്ട് അവൾ ആകെ ഞെട്ടി നിൽക്കുകയാണ്. ഈ ഒരു അവസരത്തിലാണ് നിക്ക് പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമാണ് എന്നൊക്കെ അവൾക്ക് മനസ്സിലാവുന്നത്. ജെന്നി അങ്ങോട്ട് വന്നത് കാണുമ്പോൾ ആമിനറ്റ് ആണെങ്കിൽ ആ കത്തി അവിടെ കുത്തി നിർത്തിയിട്ട് വേഗം തന്നെ ജെന്നിയുടെ പുറകെ പോകുന്നു. ഈ സമയം നിക്കാണെങ്കിൽ അവിടെ നിന്ന് എഴുന്നേക്കാനുള്ള ശ്രമത്തിലാണ്. ആ മമ്മികളെല്ലാം അവനെ പിടിച്ചുകൊണ്ട് തന്നെ അവൻ അവരുമായിട്ടുള്ള ഒരു ഫൈറ്റ് ഒക്കെ നടത്താൻ തുടങ്ങി. കുറച്ച് സമയത്തെ ഫൈറ്റിന് ശേഷം അവൻ അവരെല്ലാവരും ഇടിച്ചു വീഴ്ത്തുകയാണ്. ഈ സമയം ആമിനറ്റ് ആണെങ്കിൽ ജെന്നിയെ കൊല്ലാനുള്ള ഒരുക്കത്തിലാണ്. അത് കണ്ട ഉടനെ തന്നെ നിക്ക് ആ കത്തി വലിച്ചു ഊരിയെടുത്തിട്ട് വേഗം ചെന്ന് ആമിനറ്റിന് ഒരു കുത്തു കൊടുക്കുന്നു. അതോടൊപ്പം തന്നെ അവൾ അവന് നേർക്കാണ് തിരിയുന്നത്. ഈ ഒരു അവസരത്തിൽ അവൻ വേഗം അവളെ ഇടിച്ചിട്ടിട്ട് ആ കത്തിയും വലിച്ചു ഊരിയെടുത്ത് ജെന്നിയെയും കൊണ്ട് പുറത്തേക്ക് ഓടുന്നു. അങ്ങനെ ആ പള്ളിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് അവർ വേഗം തന്നെ ഒരു വാനിന്റെ അകത്തേക്ക് കയറി അവിടെ നിന്ന് ഓടിച്ചു പോവാണ്. അങ്ങനെ കുറെ ഓടിച്ച് മുന്നിലെത്തുമ്പോൾ നീ ഇത് എങ്ങോട്ടാണ് ഈ പോകുന്നത് എന്നാണ് ജെന്നി ചോദിക്കുന്നത്. ഇതുവഴി നേരെ മുന്നോട്ട് പോയി കഴിഞ്ഞ ഒരു ഹൈവേ ഉണ്ട്, അതുവഴി നമുക്ക് രക്ഷപ്പെടാം എന്നാണ് അവൻ മറുപടി പറയുന്നത്. ഈ വഴികളൊക്കെ എങ്ങനെയാണ് നിനക്കറിയുന്നത്? അതൊക്കെ എനിക്കറിയാം, നീ ഒന്ന് മിണ്ടാതിരിക്കി എന്ന് പറഞ്ഞിട്ട് അവൻ വണ്ടി മുന്നോട്ട് ഓടിക്കാൻ തുടങ്ങി. ഈ സമയത്താണ് ജെന്നി ആ ഡാഗർ കയ്യിലെടുത്ത് നോക്കുന്നത്. അത് നേരിട്ട് കാണുമ്പോൾ അപ്പോൾ ഇത് ശരിക്കും റിയൽ ആയിരുന്നോ എന്നൊക്കെയാണ് അവള് ചോദിക്കുന്നത്. ഇത് വെച്ചിട്ട് അവൾ എന്നെ കൊല്ലാൻ ശ്രമിക്കായിരുന്നു എന്നാണ് നിക്ക് പറയുന്നത്. അത് കേൾക്കുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഇതിനകത്തൊരു കല്ലുണ്ടെന്ന്, അത് ഇതിൽ നിന്ന് മിസ്സിംഗ് ആണ്, അതുകൊണ്ടാണ് അവൾ നിന്നെ കൊല്ലാതിരുന്നത് എന്നാണ് അവൾ മറുപടി പറയുന്നത്. അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇത് അവൾ എടുത്തത് അവിടെയുള്ള ഒരു പ്രതിമയ്ക്കുള്ളിൽ നിന്നാണ്. എങ്ങനെയാണ് ഇത് ആ പ്രതിമയ്ക്കുള്ളിൽ വന്നത്? അത് മറ്റൊന്നും കൊണ്ടല്ല, പഴയ കാലത്തെ പുരോഹിതന്മാരൊക്കെ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഒളിപ്പിച്ചിരുന്നത് അതുപോലത്തെ പ്രതിമകൾക്കുള്ളിലാണ് എന്നൊക്കെയാണ് അവൾ മറുപടി പറയുന്നത്. അങ്ങനെ അവൻ വണ്ടി ഓടിച്ച് ചെല്ലുന്നത് വീണ്ടും ആ പള്ളിക്ക് മുന്നിലേക്ക് തന്നെയാണ്. അതിൽ നിന്നൊക്കെ അവനൊരു കാര്യം മനസ്സിലായി. ആമിനറ്റ് ഇപ്പോ അവന്റെ മൈൻഡ് വെച്ചിട്ടാണ് കളിക്കുന്നത്. അതുകൊണ്ടാണ് എവിടേക്ക് പോയാലും അവൾ വിചാരിക്കുന്ന സ്ഥലത്തേക്ക് തന്നെ അവൻ എത്തിച്ചേരുന്നത്. അവൻ നോക്കുമ്പോൾ അവൾ അവന്റെ മുന്നിലായിട്ട് നിൽക്കുന്നുണ്ട്. അത് കണ്ട ഉടനെ തന്നെ അവൻ വണ്ടി അവിടെ നിന്ന് തിരിച്ച് മുന്നോട്ട് ഓടിച്ചു പോകാൻ തുടങ്ങി. ആ യാത്രക്കിടയിൽ കുറെ മമ്മികൾ അങ്ങോട്ട് വന്നിട്ട് അവരെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. അവറ്റകളെല്ലാം ഇടിച്ചു തെറിപ്പിച്ചിട്ട് അവർ മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്നാണ് അവന്റെ ഫ്രണ്ട് ഗ്ലാസും പൊളിച്ചിട്ട് ഒരു മമ്മി അകത്തേക്ക് കയറി വരുന്നത്. ആ ഫൈറ്റിനിടയിൽ ആ വണ്ടിയുടെ നിയന്ത്രണം വിട്ടിട്ട് അത് മറിഞ്ഞ് താഴേക്ക് വീഴാണ്. അങ്ങനെ അവൻ അവിടെ നിന്ന് കഷ്ടപ്പെട്ട് എഴുന്നേൽക്കുമ്പോഴാണ് ആമിനറ്റ് അങ്ങോട്ട് വരുന്നത്. അത് കണ്ട ഉടനെ തന്നെ അവൻ ആമിനറ്റുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ വേണ്ടി അവളുടെ അടുത്തേക്ക് ചെല്ലുന്നു. പക്ഷെ അവൻ അവളെ ഒന്ന് തൊടാൻ പോലും സാധിക്കുന്നില്ല. അതിനു മുമ്പ് തന്നെ
തന്നെ അവൾ അവനെ ഇടിച്ച് തെറിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവനെ ഇടിച്ചിട്ടതിന് ശേഷം ആമിനറ്റ് നേരെ പോകുന്നത് ജെന്നിയുടെ അടുത്തേക്കാണ്. അതിനുശേഷം അവളെ കൊല്ലാൻ തുടങ്ങുമ്പോഴാണ് പെട്ടെന്ന് ഒരു ആരോ അവളുടെ ശരീരത്തിൽ വന്ന് തറയ്ക്കുന്നത്. കുറെ ആളുകൾ അങ്ങോട്ട് ഓടി വരുന്നുണ്ട്. അവരെല്ലാവരും ചേർന്നിട്ട് അവളുടെ ദേഹത്തേക്ക് ആരോകൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവക്കാണെങ്കിൽ അതിൽ നിന്നും അനങ്ങാൻ പോലും സാധിക്കുന്നില്ല. അങ്ങനെ അവളെ പിടിച്ച് കെട്ടിയതിനു ശേഷം കുറച്ച് ആളുകൾ വന്നിട്ട് ജെന്നി അവിടെ നിന്ന് രക്ഷിക്കുന്നുണ്ട്. ആരൊക്കെയാണ് അങ്ങോട്ട് വന്നിരിക്കുന്നത് എന്ന കാര്യം നിക്കിന് മനസ്സിലായിട്ടില്ല. നിങ്ങൾ ആരാണെന്ന് ചോദിക്കുമ്പോൾ ഒരുത്തനാണെങ്കിൽ അവന് നേർക്കൊരു മയക്കുവെടി വെക്കുകയാണ്. അതോടൊപ്പം തന്നെ അവൻ ബോധം കെട്ട് താഴേക്ക് വീഴുകയും ചെയ്യുന്നു. അങ്ങനെ അവരെല്ലാവരും അവനെ നേരെ കൊണ്ടുവന്നത് ആ ഹെൻറിയുടെ സ്ഥലത്തേക്കാണ്. അവൻ അങ്ങോട്ട് കയറി ചെല്ലുമ്പോൾ തന്നെ പല വിചിത്രമായ കാര്യങ്ങളും അവൻ ആ ബിൽഡിങ്ങിന്റെ അകത്ത് കാണുന്നുണ്ട്. പലതരം ഈവിൾസിന്റെ ഒരുപാട് ശരീരഭാഗങ്ങളൊക്കെ അവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. വളരെ ആശ്ചര്യത്തോടെ അതൊക്കെ നോക്കിക്കൊണ്ടാണ് അവൻ നടക്കുന്നത്. അങ്ങനെ അവർ നേരെ അവനെയും കൊണ്ട് പോകുന്നത് ഒരു റൂമിന്റെ അകത്തേക്കാണ്. കുറച്ചു സമയം കഴിയുമ്പോൾ ഹെൻറി അവന്റെ അടുത്തേക്ക് വരുന്നു. അതിനുശേഷം അയാൾ സ്വയം പരിചയപ്പെടുത്താണ്. ഈ ഹെൻറി എന്ന് പറയുന്നത് ഒരു ഡോക്ടറാണ്. മാത്രമല്ല ചില സമയങ്ങളിൽ അയാൾ ഒരു വക്കീലുമാണ്. ഇയാൾക്ക് ഒരു അസുഖമുണ്ട്. കറക്റ്റ് സമയത്ത് അതിനുള്ള ഇഞ്ചക്ഷൻ എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അയാൾ ഒരു മോൺസ്റ്റർ ആയിട്ട് മാറും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അയാൾ അവിടെയുള്ള എല്ലാവരെയും ആക്രമിക്കും. ഈ ഒരു അവസരത്തിലും അയാൾ ആ രൂപത്തിലേക്ക് മാറിയതാണ്. പക്ഷെ അപ്പോഴേക്കും അയാൾ അതിനുവേണ്ടി ഒരു ഇഞ്ചക്ഷൻ കുത്തിവെക്കുന്നു. അതോടൊപ്പം തന്നെ അയാൾ പഴയതുപോലെ തന്നെ നോർമൽ അവസ്ഥയിലേക്ക് മാറുകയാണ്. അങ്ങനെ ആ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അയാൾ അവനെയും കൊണ്ടുപോകുന്നത് മറ്റൊരു റൂമിന്റെ അകത്തേക്കാണ്. ജെന്നി അടക്കം ബാക്കിയുള്ള എല്ലാവരും അവിടെ കൂടിയിട്ടുണ്ട്. ആ റൂമിന്റെ അകത്താണ് ആമിനറ്റിനെ കെട്ടിവെച്ചിരിക്കുന്നത്. അങ്ങനെ അതിന്റെ അകത്തേക്ക് കൊണ്ടുപോയതിനു ശേഷം അയാൾ സംസാരിക്കാൻ തുടങ്ങി. പ്രൊജിഡിയം എന്നൊരു ഏജൻസി ഉണ്ട്. അതിന്റെ തലവനാണ് അയാൾ. ഈ സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഹണ്ട് ചെയ്യലാണ് ഇയാളുടെ പരിപാടി. അങ്ങനെയുള്ള ഈവിൾസിനെയൊക്കെ പിടിച്ചുകൊണ്ട് വന്നിട്ട് അവരെ പരിശോധിച്ചിട്ട് അവരില്ലാതാക്കും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അയാൾ ചെയ്തുകൊണ്ട് പോരുന്നത്. ആമിനറ്റിനെ പറ്റി അയാൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇതുവരെയായിട്ടും കിട്ടിയതിൽ വെച്ചിട്ട് ഏറ്റവും പഴയ ഒരു ഈവിളാണ് ഇവളെന്നാണ്. ഈ സമയത്താണ് നിക്ക് ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. അവളുടെ ശരീരത്തിലേക്ക് ഒരു ട്യൂബ് വഴി എന്തോ കടത്തിവിടുന്നുണ്ട്. അതെന്താണെന്ന് ചോദിക്കുമ്പോൾ അത് -38 ഡിഗ്രിയുള്ള മെർക്കുറിയാണ് എന്നാണ് അയാൾ പറയുന്നത്. അത് അവളുടെ ശരീരത്തിലേക്ക് കടത്തിവിടുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം കഴിയുമ്പോൾ അവൾ സോളിഡ് അവസ്ഥയിലേക്ക് വരും. അങ്ങനെ വരുമ്പോൾ നമുക്ക് അവളെ കീറി മുറിച്ച് പരിശോധിക്കാമെന്നാണ്. ഈ ജെന്നി ഇവരുടെ ഈ ഏജൻസിയിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. അവളെ കീറി മുറിക്കാൻ പോവാണെന്നുള്ള കാര്യങ്ങളൊന്നും നമുക്ക് അറിയത്തില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു അവസരത്തിൽ അവൾ അതിനെ ചോദ്യം ചെയ്യാണ്. അത് കാണുമ്പോൾ നമുക്ക് അതിനെ കീറി മുറിച്ച് പരിശോധിക്കാതെ മറ്റൊരു നിവൃത്തിയുമില്ല എന്നാണ് അയാൾ പറയുന്നത്. അതെല്ലാം കേൾക്കുമ്പോൾ അതൊക്കെ അവിടെ നിൽക്കട്ടെ, പക്ഷെ എന്നെ എന്തിനാണ് ഇങ്ങോട്ട് പിടിച്ചുകൊണ്ട് വന്നിരിക്കുന്നത് എന്നാണ് നിക്ക് ചോദിക്കുന്നത്. അതിന് അയാൾ മറുപടി പറയുന്നത് അവൾ നിന്നെ തെരഞ്ഞെടുത്തത് കൊണ്ടാണെന്നാണ്. അതായത് അവൻ വഴി ഒരു ഈവളിനെയാണ് അവൾ പുറത്തേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. അത് തടയാൻ ഞങ്ങളെ കൊണ്ട് മാത്രമേ പറ്റൂ എന്നൊക്കെയാണ് അയാൾ പറയുന്നത്. അതെല്ലാം കേൾക്കുമ്പോൾ ആമിനറ്റ് സംസാരിക്കാൻ തുടങ്ങി. അവൾ ഈജിപ്ഷ്യൻ ലാംഗ്വേജിലാണ് സംസാരിക്കുന്നത്. നിങ്ങൾ എന്ത് ചെയ്താലും നിന്റെ വിധി ഒരിക്കലും മാറാൻ പോകുന്നില്ല. നിനക്ക് ഞാൻ തന്ന ശാപം അത് നിന്നിൽ തന്നെ എന്നും ഉണ്ടാവും. ഞാൻ ഇതിനു മുമ്പ് ഒരാളെ തെരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ കുറെ ആളുകൾ വന്നിട്ട് അവനെ കൊന്നു. അവന്റെ സ്ഥാനത്താണ് ഞാൻ നിന്നെ കണ്ടെത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ നിന്ന് ഒരിക്കലും നിനക്ക് ഒഴിഞ്ഞു മാറാൻ പറ്റത്തില്ല എന്നൊക്കെയാണ് അവൾ പറയുന്നത്. അതെല്ലാം കേൾക്കുമ്പോൾ അവൻ സംസാരിക്കാൻ തുടങ്ങി. അവൻ ഈജിപ്ഷ്യൻ ലാംഗ്വേജ് അറിയാത്തതാണ്. എന്നിട്ടും അവൻ ആ ഭാഷയിലാണ് സംസാരിക്കുന്നത്. നീ ആദ്യം തെരഞ്ഞെടുത്തവനെ നീ കൊല്ലാനല്ലേ ശ്രമിച്ചത്? അതെന്തിനാണ്? ഞാൻ അവനെ കൊല്ലാനല്ല ശ്രമിച്ചത്. ഞാൻ അവന് പുതിയൊരു ജീവിതം കൊടുക്കാനാണ് ശ്രമിച്ചത്. അതായത് ഒരു ദൈവത്തിന്റെ ജന്മം. ഓക്കെ, പിന്നെ എന്തിനാണ് നീ നിന്റെ അച്ഛനെ കൊന്നത് എന്നാണ് അവൻ അടുത്തതായിട്ട് ചോദിക്കുന്നത്. ഞാൻ അദ്ദേഹത്തിന് ഒരുപാട് സ്നേഹിച്ചിട്ടുണ്ടായിരുന്നു. ആ സ്നേഹം ഞാൻ തിരിച്ചു കൊടുത്തതാണ് എന്നാണ് അവൾ മറുപടി പറയുന്നത്. അതെല്ലാം കേട്ട് ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ് അവൻ. ഈ സമയം അവൾ വീണ്ടും സംസാരിക്കാൻ തുടങ്ങി. നീ ഉയർത്തെഴുന്നേൽക്കുന്ന ആ ദിവസം നീ ഒരു ദൈവമായിരിക്കും. അന്ന് ഈ ലോകം മൊത്തം അനുസരിക്കാൻ പോകുന്നത് നിന്റെ തീരുമാനങ്ങളാണ്. മരണത്തിന് പോലും നിന്നെ തോൽപ്പിക്കാൻ സാധിക്കത്തില്ല. പിന്നെ നിനക്ക് കൂട്ടിനായിട്ട് എന്നും ഞാനും ഉണ്ടാവും, നിന്റെ രാജകുമാരിയായിട്ട് എന്നൊക്കെയാണ് അവൾ പറയുന്നത്. അവരുടെ ആ സംസാരം കേൾക്കുമ്പോൾ അവനിപ്പോൾ ഒരു സ്വപ്നത്തിലാണ് എന്ന കാര്യം ജെന്നിക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ അവൾ അവനെ തിരിച്ചു വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കാണുമ്പോൾ അരുത്, അവളെ ശ്രദ്ധിക്കരുത്. നീ എങ്ങാനും തിരിച്ചു പോയി കഴിഞ്ഞാൽ ഞാൻ ആദ്യം തിരഞ്ഞെടുത്തവനെ പോലെ തന്നെ അവർ നിന്നെയും കൊല്ലും. അത് വല്ലാത്തൊരു വേദനയാണ് എന്ന് പറഞ്ഞിട്ട് അവൾ ഉറക്കെ നിലവിളിക്കാൻ തുടങ്ങി. അപ്പോഴേക്കും അവൻ ആ വിഷനിൽ നിന്ന് പുറത്തേക്ക് വന്നിട്ടുണ്ട്. അവൾ നിലവിളിക്കുന്നത് കാണുമ്പോൾ അവളുടെ ശരീരത്തിലേക്ക് അത് കടത്തിവിടുന്നൊക്കെ നിർത്താൻ വേണ്ടിയിട്ട് അവൻ പറയുന്നുണ്ട്. അവനാണെങ്കിൽ ഇപ്പോഴൊരു ഭ്രാന്ത് പിടിച്ച അവസ്ഥയിലാണ്. അതൊക്കെ കണ്ട് ബാക്കിയുള്ളവരെല്ലാവരും ആകെ അത്ഭുതപ്പെട്ട് നിൽക്കുകയാണ്. അങ്ങനെ കുറച്ചു സമയങ്ങൾക്ക് ശേഷം ജെന്നി ഇപ്പോൾ അവനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൻ എങ്ങനെയെങ്കിലും എല്ലാത്തിൽ നിന്നും പിന്തിരിപ്പിക്കാനാണ് അവൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അവൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നീ എന്റെ അടുത്ത് പല തരികിട പരിപാടികളും കാണിച്ചിട്ടുണ്ട്. അതൊന്നും മറന്നിട്ടല്ല ഞാൻ പറയുന്നത്. യഥാർത്ഥത്തിൽ എനിക്കും നിന്നെ ഇഷ്ടമാണ്. ഉടായ്പൊക്കെ കാണിക്കുമെങ്കിലും നിന്നിലും നല്ലൊരു മനുഷ്യനുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്നൊക്കെയാണ് അവൾ പറയുന്നത്. അത് നിനക്ക് എങ്ങനെ മനസ്സിലായി? അവൻ തിരിച്ചു ചോദിക്കുന്നു. അന്ന് ആ പ്ലെയിൻ ക്രാഷ് ആയ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഒരൊറ്റ പാരച്യൂട്ട് വെച്ചിട്ട് നീ എന്നെ രക്ഷിക്കല്ലേ ചെയ്തത്. അന്നാണ് ഞാനത് മനസ്സിലാക്കിയത് എന്നാണ് അവൾ പറയുന്നത്. അത് കേൾക്കുമ്പോൾ അത് ഞാൻ വേറൊരു പാരച്യൂട്ട് അവിടെ ഉണ്ടാവും വിചാരിച്ചിട്ടാണ് അങ്ങനെ ചെയ്തത് എന്നാണ് അവൻ മറുപടി പറയുന്നത്. അവന്റെ ആ ഒരൊറ്റ മറുപടിയിൽ തന്നെ ഇത്രയും ബിൽഡപ്പ് കൊണ്ടൊന്നൊക്കെ വെറുതെ ആയി പോയോ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് അവൾ. ഈ സമയത്താണ് ഹെൻറി അവൻ അവിടെ നിന്ന് വിളിച്ചുകൊണ്ട് പോകുന്നത്. ഇതേ സമയം തന്നെ ആ അണ്ടർഗ്രൗണ്ടിനകത്ത് ഇപ്പോഴും സെർച്ചിങ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കുറെ നേരത്തെ സെർച്ചിങ്ങിന് ശേഷം അവർ ആ ശവപ്പെട്ടി തുറന്നിട്ട് അതിനകത്ത് നിന്ന് ആ കല്ല് കണ്ടെടുക്കുന്നുണ്ട്. അത് കണ്ടെടുത്ത ഉടനെ തന്നെ ആമിനറ്റിന് ആ കാര്യം സെൻസ്
സെൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഈ സമയം ആമിനറ്റ് നോക്കുമ്പോൾ ജെന്നി അവളുടെ മുന്നിൽ നിൽക്കാണ്. അത് കാണുമ്പോൾ അവൾ സംസാരിക്കാൻ തുടങ്ങി. ഇത്തവണ അവൾ ഇംഗ്ലീഷിലാണ് കാര്യങ്ങൾ പറയുന്നത്. നീയല്ലേ അവൻ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നത്? ഇവിടെയുള്ള ആളുകൾ ചേർന്നിട്ട് അവൻ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന് നിനക്ക് വല്ല ഊഹവുമുണ്ടോ? അവരവനെ കൊല്ലാൻ പോവാണ് എന്നാണ് ആമിനറ്റ് പറയുന്നത്. അത് അവൾക്കൊരു ഞെട്ടലാണ് ഉണ്ടാക്കുന്നത്. ഈ സമയത്താണ് അവൾ ആ ഡാഗർ ശ്രദ്ധിക്കുന്നത്. അത് കണ്ട ഉടനെ തന്നെ അവൾ വേഗം ഹെൻറിയുടെ അടുത്തേക്ക് പോവാണ്. ഇതേ സമയം തന്നെ നിക്കും ഹെൻറിയും സംസാരിച്ചുകൊണ്ട് നിൽക്കാണ്. എങ്ങനെയാണ് ഈ പ്രശ്നങ്ങളൊക്കെ സോൾവ് ആക്കുക എന്നൊക്കെയാണ് നിക്ക് ചോദിക്കുന്നത്. അതെല്ലാം കേൾക്കുമ്പോൾ ഇത് സോൾവ് ആക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ തരണം ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ചില ത്യാഗങ്ങളും ഇതിനുവേണ്ടി അത്യാവശ്യമാണ് എന്നൊക്കെയാണ് അയാൾ പറയുന്നത്. അതിനിടയിലാണ് അയാളുടെ ഒരു ജോലിക്കാരൻ അങ്ങോട്ട് വരുന്നത്. അതിനുശേഷം ആ കല്ല് കണ്ടെടുത്ത കാര്യം അയാൾ അറിയിക്കുകയാണ്. അതെല്ലാം കേട്ട് അയാൾ എന്തോ ആലോചിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് ജെന്നി അങ്ങോട്ട് വരുന്നത്. അവൾ വന്ന ഉടനെ തന്നെ ചോദിക്കുന്നത് നിങ്ങൾ ആ ഡാഗർ വെച്ചിട്ട് നിക്കിനെ കൊല്ലാൻ പോവാണോ എന്നാണ്. അതെല്ലാം കേൾക്കുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ സോൾവ് ആക്കണം എന്നുണ്ടെങ്കിൽ അതല്ലാതെ മറ്റൊരു വഴിയുമില്ല എന്നാണ് അയാൾ മറുപടി പറയുന്നത്. അതൊക്കെ കേട്ട് നിക്കാണെങ്കിൽ ആകെ ഞെട്ടി നിൽക്കാണ്. ഈ സമയം തന്നെ ആമിനറ്റ് ആണെങ്കിൽ ചില മന്ത്രങ്ങളൊക്കെ ചൊല്ലാണ്. അതെല്ലാം ചൊല്ലി കഴിയുമ്പോൾ അവിടെ നിന്നും ഒരു ചെറിയ എട്ടുകാലി അങ്ങോട്ട് വരുന്നുണ്ട്. അവൾ അതിനെ കൺട്രോൾ ചെയ്തിട്ട് നേരെ വിടുന്നത് അവിടെ കമ്പ്യൂട്ടറിന് മുമ്പിലിരിക്കുന്ന ആൾക്കാരുടെ അടുത്തേക്കാണ്. അതിനുശേഷം ആ എട്ടുകാലിയെ കൊണ്ട് ആ കൂട്ടത്തിൽ ഒരുത്തനെ കടിപ്പിക്കുകയാണ്. അത് കടിച്ചതിൽ പിന്നെ അയാൾ ഇപ്പൊ അവളുടെ കൺട്രോളിലാണ് നിൽക്കുന്നത്. ഇതേ സമയം തന്നെ നിക്കാണെങ്കിൽ ഹെൻറിയോട് ദേഷ്യപ്പെട്ടുകൊണ്ട് നിൽക്കാണ്. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും എന്നെ കൊല്ലാൻ ഞാൻ തന്നെ കൂട്ടു നിൽക്കത്തില്ല എന്നൊക്കെയാണ് അവൻ പറയുന്നത്. ആ സംസാരത്തിനിടയിൽ ഹെൻറിക്ക് ഇപ്പോൾ രൂപമാറ്റങ്ങളൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. അയാൾ ഉടനെ തന്നെ ആ സിറിഞ്ച് എടുത്ത് കുത്തിവെച്ചേ പറ്റൂ. അയാൾ അത് കുത്തിവെക്കാൻ പോകുമ്പോൾ നിക്ക് വേഗം തന്നെ ചെന്നിട്ട് അത് തട്ടിപ്പറിക്കുകയാണ്. അതോടൊപ്പം തന്നെ അയാൾ ആ മോൺസ്റ്ററിന്റെ രൂപത്തിലേക്ക് മാറാൻ തുടങ്ങിയിട്ടുണ്ട്. അത് കാണുമ്പോൾ നിക്ക് ആ സാധനം തിരിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. അത് കയ്യിൽ കിട്ടിയ ഉടനെ തന്നെ നിക്കിനോടും ബാക്കിയുള്ളവരോടും അയാൾ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ പറയുന്നുണ്ട്. അത് കേട്ട ഉടനെ തന്നെ ബാക്കിയുള്ളവരൊക്കെ അവിടെ നിന്ന് ഓടാൻ തുടങ്ങി. അയാൾ ആ മോൺസ്റ്ററായിട്ട് മാറുകയാണെന്നുണ്ടെങ്കിൽ അയാൾ ബാക്കിയുള്ളവരെ ആക്രമിക്കും എന്ന കാര്യം അയാൾക്ക് തന്നെ അറിയാം. അതുകൊണ്ട് തന്നെ ഒരു എമർജൻസി ഡോറൊക്കെ അയാൾ അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അയാൾ ഉടനെ തന്നെ ആ ബട്ടണിൽ വിരലമർത്താണ്. ബാക്കിയുള്ളവർ പുറത്തേക്ക് ഇറങ്ങുമെങ്കിലും നിക്ക് പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങുമ്പോഴേക്കും ആ ഡോറ് ക്ലോസ് ആവുന്നു. ഈ സമയമാകുമ്പോഴേക്കും ഹെൻറി പൂർണ്ണമായിട്ട് ആ മോൺസ്റ്ററായിട്ട് മാറിയിട്ടുണ്ട്. അയാൾ വേഗം ചെന്നിട്ട് നിക്കുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി. കുറച്ച് സമയം ഫൈറ്റ് നടക്കുന്നുണ്ട്. എന്ത് കാണിച്ചിട്ടും അവൻ അയാളെ ബീറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല. ഇനിയിപ്പോ ആകെ ഒരു വഴിയുള്ളത് ആ ഇഞ്ചക്ഷൻ കൊടുക്കുക എന്നുള്ളതാണ്. അവൻ വേഗം തന്നെ ആ ഇഞ്ചക്ഷൻ കയ്യിലെടുത്തിട്ട് അയാളുടെ കഴുത്തിനിട്ട് കുത്തുന്നു. അതോടൊപ്പം തന്നെ അയാൾ നോർമലായിട്ട് വരാൻ തുടങ്ങി. അങ്ങനെ അവൻ പെട്ടെന്ന് തന്നെ അയാളെ ഇടിച്ച് അപ്പുറത്തേക്ക് തെറിപ്പിക്കുകയാണ്. ഈ സമയം തന്നെ ആമിനറ്റ് ആണെങ്കിൽ ആ മനുഷ്യനെ കൺട്രോൾ ചെയ്തിട്ട് ആ മെർക്കുറി മൊത്തം പുറത്തേക്ക് കളയാണ്. ഈ സമയത്താണ് ജെന്നി നിക്കിന്റെ അടുത്തേക്ക് ഓടി വരുന്നത്. അവൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഉടനെ തന്നെ ആ കല്ല് കണ്ടെടുത്തിട്ട് അത് നശിപ്പിച്ച് കളയണം. അത് നശിപ്പിച്ച് കളയാണെങ്കിൽ ഈ പ്രശ്നങ്ങളെല്ലാം സോൾവ് ആവും എന്നാണ് അവൾ പറയുന്നത്. അത് നല്ലൊരു ഐഡിയ ആണ് എന്ന് നിക്കിനും മനസ്സിലായി. അങ്ങനെ അവർ വേഗം തന്നെ ആ കല്ലെടുക്കാൻ വേണ്ടി ആ സ്ഥലത്തേക്ക് പോവാണ്. ഈ സമയം ആമിനറ്റ് ആണെങ്കിൽ അവളുടെ ശരീരത്തിൽ ആ ചങ്ങലയൊക്കെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് ഒരാൾ അങ്ങോട്ട് വന്നിട്ട് അവളുടെ നേരെ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോഴേക്കും അവൾ ആ ചങ്ങലയൊക്കെ ഊരി മാറ്റിയിട്ട് നേരെ അയാളുടെ ദേഹത്തേക്ക് ചാടുന്നു. അതിനുശേഷം അയാളുടെ ശരീരം മൊത്തം വലിച്ചെടുക്കാൻ തുടങ്ങി. അതോടൊപ്പം തന്നെ അവളിപ്പോ പൂർണ്ണ അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട്. അങ്ങനെ അവൾ വേഗം എഴുന്നേറ്റിട്ട് ഓരോരോ മന്ത്രങ്ങൾ ചൊല്ലാൻ തുടങ്ങി. അവളിപ്പോ ഈജിപ്തിലെ മുഴുവൻ മണലിനെയാണ് അങ്ങോട്ട് വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അവൾ ആ മന്ത്രങ്ങളൊക്കെ ചൊല്ലുമ്പോൾ അവിടെയുള്ള മുഴുവൻ ഗ്ലാസുകളും തകർന്നു വീഴാൻ തുടങ്ങി. അത് കണ്ട് എല്ലാവരും പേടിച്ചോടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവൾ വിളിച്ചതിനെ തുടർന്നിട്ട് ആ മണലെല്ലാം സിറ്റിയിലേക്ക് വന്നിട്ടുണ്ട്. ആ സിറ്റി മൊത്തം അത് നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ അവൾ ആ കത്തിയുമായിട്ട് സിറ്റിയിലൂടെ നടക്കാൻ തുടങ്ങി. ആ മണലെല്ലാം കൂട്ടിയിട്ട് അവളിപ്പോൾ അവളുടെ തല അതിനകത്ത് ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. അത് വെച്ചിട്ട് അവൾ നിക്കിനെ അന്വേഷിച്ച് പോകാൻ തുടങ്ങി. ഈ സമയമാകുമ്പോഴേക്കും നിക്ക് അവിടെ നിന്ന് ഓടിയിട്ട് ഒരു സ്ട്രീറ്റിൽ എത്തിയിട്ടുണ്ട്. എന്താണ് ചെയ്യേണ്ടത് എന്ന് അവനൊരു എത്തും പിടിയും കിട്ടുന്നില്ല. അതിനിടയിലാണ് വെയിൽ അങ്ങോട്ട് വരുന്നത്. ആ കല്ലിരിക്കുന്നത് എവിടെയാണെന്ന് എനിക്കറിയാം, നീ എന്റെ കൂടെ വാ എന്നാണ് അവൻ പറയുന്നത്. അത് കേട്ട ഉടനെ തന്നെ നിക്ക് ജെന്നിയും കൂട്ടി അവന്റെ പുറകെ പോകാൻ തുടങ്ങി. അങ്ങനെ അവർ അവിടേക്ക് എത്തുമ്പോൾ നിക്കും ജെന്നിയും രണ്ട് ഭാഗത്തേക്കായിട്ടുണ്ട്. വെയിൽ നിക്കിനെയും കൊണ്ട് പോകുന്നത് ഒരു റെയിൽപാളത്തിലേക്കാണ്. അവിടെ എത്തിക്കഴിയുമ്പോഴാണ് അവന്റെ ഉദ്ദേശം നിക്കിന് മനസ്സിലാവുന്നത്. നിക്കിന്റെ കൂടെ ആ കല്ലും ചേർത്തിട്ട് ആമിനറ്റിന്റെ അടുത്ത് എത്തിക്കാനാണ് വെയിലിന്റെ പ്ലാൻ. ഈ ഒരു അവസരത്തിൽ അവൻ ആ കാര്യം നിക്കിനോട് പറയുന്നുണ്ട്. അതെല്ലാം കേട്ട് അവനാകെ ഞെട്ടി നിൽക്കുകയാണ്. ഈ സമയത്താണ് അവൻ ജെന്നിയുടെ കാര്യം ഓർക്കുന്നത്. അവൻ അവളെ തെരഞ്ഞോണ്ട് നിൽക്കുമ്പോൾ വെയിൽ മറ്റൊരു കാര്യം പറയാൻ തുടങ്ങി. നീ ഇനി അവളെ തെരഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. നീ അവളെ സ്നേഹിക്കുന്നോണ്ട് തന്നെ ആമിനറ്റ് അവളെ വെറുതെ വിടാൻ പോകുന്നില്ല. ഉറപ്പായിട്ടും ആമിനറ്റ് അവളെ കൊല്ലും. അതുകൊണ്ട് നീ വെറുതെ അവളുടെ പുറകെ പോകണ്ട എന്നൊക്കെയാണ് വെയിൽ പറയുന്നത്. ഈ സമയത്താണ് കുറെ മമ്മികൾ അങ്ങോട്ട് ഓടി വരുന്നത്. അത് കണ്ട ഉടനെ തന്നെ നിക്ക് അവിടെ നിന്ന് തിരിഞ്ഞു ഓടാൻ തുടങ്ങി. ഇതേ സമയം ജെന്നി ആ റെയിൽപാളത്തിൽ തന്നെ നിൽക്കുന്നുണ്ട്. അവളിപ്പോ നിക്കിനെ അന്വേഷിച്ചുകൊണ്ട് നിൽക്കുകയാണ്. പെട്ടെന്നാണ് ഒരു മമ്മി അവളെ പിടിക്കാൻ വരുന്നത്. പക്ഷെ അത് അവളെ പിടിക്കുമ്പോഴേക്കും നിക്ക് അങ്ങോട്ട് വന്നിട്ട് ആ മമ്മിയെ അടിച്ച് താഴേക്ക് ഇടുന്നു. അതിനിടയിലാണ് ഒരു ട്രെയിൻ അങ്ങോട്ട് വരുന്നത്. അത് കണ്ട ഉടനെ തന്നെ നിക്ക് അവളെയും പിടിച്ചിട്ട് അവിടെ നിന്ന് മാറി നിൽക്കുകയാണ്.
ഈ സമയമാകുമ്പോഴേക്കും ആമിനറ്റ് ആണെങ്കിൽ കുറെ മമ്മികളെയും കൂടെ കൂട്ടിയിട്ടുണ്ട്. അവൾ അങ്ങോട്ട് വരുമ്പോ ആ മമ്മികളെല്ലാവരും അവളുടെ മുന്നിൽ വണങ്ങി നിൽക്കാണ്. അവൾ നോക്കുമ്പോ ആ കല്ലെടുത്ത ആളുകളെയൊക്കെ ആ മമ്മികൾ കൊന്നു കളഞ്ഞിട്ടുണ്ട്. അവൾ വേഗം തന്നെ ചെന്നിട്ട് ആ കല്ല് കയ്യിലെടുക്കാണ്. അതിനുശേഷം അവൾ അത് ആ ഡാഗറിൽ ഫിറ്റ് ചെയ്യുന്നു. ഇതേ സമയം തന്നെ നിക്ക് ജെന്നിയും കൊണ്ട് അവിടെ നിന്ന് ഓടിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്നാണ് ഒരു മമ്മി അങ്ങോട്ട് വന്നിട്ട് അവർ ഇടിച്ചു തെറിപ്പിക്കുന്നത്. അതോടൊപ്പം തന്നെ താഴെയുള്ള വെള്ളത്തിലേക്കാണ് അവർ വീണു പോകുന്നത്. അങ്ങനെ കുറെ നേരം നീന്തിയതിനു ശേഷം കഷ്ടപ്പെട്ട് അവൻ അവളെയും പൊക്കിയെടുത്ത് മുകളിലേക്ക് വരുന്നുണ്ട്. പെട്ടെന്നാണ് ആമിനറ്റ് അങ്ങോട്ട് വന്നിട്ട് ജെന്നിയെ പിടിക്കുന്നത്. അതിനുശേഷം വളരെ വേഗത്തിൽ മുന്നോട്ട് നീന്തി പോകാൻ തുടങ്ങി. അത് കാണുന്ന നിക്ക് ആണെങ്കിൽ അവളുടെ പുറകെ പോകുന്നുണ്ട്. പക്ഷെ അപ്പോഴേക്കും ആമിനറ്റ് അവളെയും കൊണ്ട് അവിടെ നിന്ന് പോയി കഴിഞ്ഞിരുന്നു. അങ്ങനെ നിക്ക് ഇപ്പോ ജെന്നിയെ തെരഞ്ഞുകൊണ്ട് അവിടെ നീന്തിക്കൊണ്ടിരിക്കുകയാണ്. കുറെ നീന്തി കഴിയുമ്പോൾ കുറച്ച് ദൂരെയായിട്ട് അവളെ കാണാൻ സാധിക്കുന്നുണ്ട്. അവൾ അനക്കമില്ലാതെ ആ വെള്ളത്തിൽ കിടക്കുകയാണ്. അത് കണ്ട ഉടനെ തന്നെ അവൻ അവളുടെ അടുത്തേക്ക് നീന്താൻ തുടങ്ങി. ഈ സമയം കുറെ മമ്മികളും അവന്റെ പുറകെ വരുന്നുണ്ട്. അവർക്കൊന്നും പിടികൊടുക്കാതെ അവൻ വളരെ വേഗത്തിൽ മുന്നോട്ട് നീന്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പെട്ടെന്ന് തന്നെ അവൻ ജെന്നിയുടെ അടുത്തെത്തിയിട്ട് അവളെയും പൊക്കിയെടുത്ത് മുകളിലേക്ക് പോകുന്നു. പക്ഷെ കരയിലേക്ക് എത്തുമ്പോഴേക്കും ആ മമ്മികളൊക്കെ വന്ന് അവനെ പിടിച്ചിട്ടുണ്ട്. ഈ സമയം നിക്ക് വേഗം തന്നെ ആ മമ്മികളെല്ലാം ഇടിച്ച് മാറ്റാൻ തുടങ്ങി. പക്ഷെ ആ കാഴ്ച അവനെ ശരിക്കും ഞെട്ടിച്ചു കളഞ്ഞു. ജെന്നി ഇപ്പൊ മരിച്ചു കിടക്കുകയാണ്. അത് കണ്ട് വളരെ വിഷമത്തോടെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവൻ. ഈ സമയത്താണ് ആമിനറ്റ് അങ്ങോട്ട് വരുന്നത്. അവളെ കാണുമ്പോൾ നിക്കാണെങ്കിൽ ദേഷ്യത്തോടെ അവളുടെ അടുത്തേക്ക് ഓടിച്ചെല്ലാൻ തുടങ്ങി. അത് കണ്ട ഉടനെ തന്നെ ആമിനറ്റ് അവനെ ഇടിച്ചു തെറിപ്പിക്കുന്നു. കുറെ നേരം അവർ തമ്മിലുള്ള ആ ഫൈറ്റ് നടക്കുന്നുണ്ട്. നിക്കനാണെങ്കിൽ അവളെ ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. വീണ്ടും വീണ്ടും അവൾ അവനെ ഇടിച്ച് തെറിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവസാനത്തെ ഇടിയിൽ അവളുടെ കയ്യിലുള്ള ആ ഡാഗറും പിടിച്ചോണ്ടാണ് അവൻ തെറിച്ചു വീഴുന്നത്. അങ്ങനെ അവൻ വേഗം തന്നെ അവിടെ നിന്ന് എഴുന്നേറ്റിട്ട് ആ ഡാഗറിലെ കല്ല് താഴെ ഇടിക്കാൻ തുടങ്ങി. ആദ്യത്തെ ഇടിയിൽ തന്നെ അതിൽ ചെറിയൊരു ക്രാക്ക് വീഴുന്നുണ്ട്. അങ്ങനെ രണ്ടാമത് ഇടിക്കാൻ തുടങ്ങുമ്പോൾ ആമിനറ്റ് അവനോട് സംസാരിക്കാൻ തുടങ്ങി. അരുത്, അത് നീ നശിപ്പിക്കരുത്. നിനക്കൊരു ദൈവമാവാനുള്ള അവസരമാണ് നീ നഷ്ടപ്പെടുത്താൻ പോകുന്നത്. അതുകൊണ്ട് ദയവായിട്ട് അത് എന്റെ കയ്യിലേക്ക് താ എന്ന് പറഞ്ഞിട്ട് അവൾ അവന് നേരെ കൈ നീട്ടാണ്. അത് കാണുന്ന നിക്കാണെങ്കിൽ എന്തോ ആലോചിക്കാൻ തുടങ്ങി. അതിനുശേഷം അവൻ അവൾക്ക് നേരെ ആ ഡാഗർ നീട്ടുന്നുണ്ടെങ്കിലും അത് അവൻ അവൾക്ക് കൊടുക്കുന്നില്ല. മറിച്ച് അവൻ അത് വെച്ചിട്ട് അവനെ തന്നെ കുത്തുകയാണ് ചെയ്യുന്നത്. ആ കുത്തു കൊള്ളുമ്പോൾ അവനിൽ ഒരുപാട് മാറ്റങ്ങൾ വരാൻ തുടങ്ങി. അവന്റെ ശരീരത്തിലേക്ക് എന്തൊക്കെയോ കേറി വരുന്നതായിട്ടാണ് അവന് ഫീൽ ചെയ്യുന്നത്. ഈ സമയം അവന്റെ കണ്ണുകളിൽ അവളെ പോലെ തന്നെ 2 കൃഷ്ണമണികൾ കാണുന്നുണ്ട്. അവനിപ്പോ പൂർണ്ണമായിട്ടും ആ ചെകുത്താനായിട്ട് മാറിയിരിക്കുകയാണ്. അങ്ങനെ അവൻ വേഗം തന്നെ എഴുന്നേറ്റിട്ട് അവളുടെ അടുത്തേക്ക് നടക്കാൻ തുടങ്ങി. അവൾ ആഗ്രഹിച്ചതുപോലെ തന്നെ അവളുടെ ദൈവമായിട്ടാണ് അവനിപ്പോ അവളുടെ മുന്നിൽ നിൽക്കുന്നത്. പക്ഷെ അവൻ അവളെ കിസ് ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് അവൻ ജെന്നിയെ ശ്രദ്ധിക്കുന്നത്. ജെന്നിയെ നോക്കുമ്പോൾ അവൻ നോർമൽ അവസ്ഥയിലേക്ക് മാറുന്നുണ്ട്. അത് കാണുന്ന ആമിനറ്റ് ആണെങ്കിൽ അവന്റെ മുഖം ബലമായിട്ട് പിടിച്ചിട്ട് അവക്ക് നേരെ തിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ അവന്റെ കണ്ണിലെ കൃഷ്ണമണികളൊക്കെ 2ആയിട്ട് മാറുകയും ചെയ്യുന്നു. പക്ഷെ അവൻ ആ ഒരു രീതിയിൽ നിൽക്കാൻ താല്പര്യമില്ല. അവൻ വീണ്ടും ജെന്നിയെ നോക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയം ജെന്നി പറഞ്ഞ ചില വാക്കുകളൊക്കെ അവൻ ഓർക്കുന്നുണ്ട്. അതായത്, നീ എന്തൊക്കെ ഉടായ്പ കാണിച്ചിട്ടുണ്ടെങ്കിലും നിന്റെ മനസ്സിൽ നല്ലൊരു മനുഷ്യനുണ്ട് എന്ന കാര്യം. പക്ഷെ ആമിനറ്റ് വിടുന്നില്ല എന്ന് കാണുമ്പോൾ അവക്കെതിരെ ഫൈറ്റ് ചെയ്യാന്നല്ലാതെ അവന്റെ മുന്നിൽ മറ്റൊരു വഴിയുമില്ല. അങ്ങനെ നിക്ക് പെട്ടെന്ന് തന്നെ ആമിനറ്റിനെ അവിടെ നിന്ന് ഇടിച്ച് തെറിപ്പിക്കുന്നു. കുറെ നേരം ഇടിച്ചതിന് ശേഷം അവൻ വേഗം ചെന്നിട്ട് അവളുടെ ശരീരം മൊത്തം വലിച്ചെടുക്കാൻ തുടങ്ങി. അങ്ങനെ അവളുടെ മുഴുവൻ സത്തും വലിച്ചെടുത്ത് കഴിയുമ്പോൾ അവളിപ്പോ വെറും ഒരു അസ്ഥികൂടമായിട്ട് മാറിയിരിക്കുകയാണ്. അങ്ങനെ അവളുടെ പണി തീർത്തിട്ട് അവൻ നേരെ ചെല്ലുന്നത് ജെന്നിയുടെ അടുത്തേക്കാണ്. അതിനുശേഷം അവളെ വിളിക്കാൻ തുടങ്ങി. പക്ഷെ അവൻ എത്ര വിളിച്ചിട്ടും അവളെ എഴുന്നേൽക്കുന്നില്ല. മാത്രമല്ല അവന്റെ ശരീരത്തിലേക്ക് ആ ചെകുത്താൻ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അതിനെ കൺട്രോൾ ചെയ്യാൻ അവനെ കൊണ്ട് പറ്റുന്നില്ല. അങ്ങനെ കുറെ വിളിച്ചിട്ട് എഴുന്നേൽക്കാത്തതുകൊണ്ട് അവൻ അവന്റെ മുഴുവൻ ശക്തി എടുത്തിട്ട് അവളെ വിളിക്കുകയാണ്. ഈ സമയം അവനിലെ ചെകുത്താനാണ് പുറത്തേക്ക് വരുന്നത്. ആ ശബ്ദം കേൾക്കുമ്പോൾ ജെന്നി ആണെങ്കിൽ ഞെട്ടി എഴുന്നേൽക്കുന്നു. പക്ഷെ അവൾ നോക്കുമ്പോൾ അവനെ അവിടെ കാണുന്നില്ല. അവൾ വേഗം തന്നെ എഴുന്നേറ്റിട്ട് അവിടേക്ക് സെർച്ച് ചെയ്യാൻ തുടങ്ങി. ഈ സമയം ആമിനറ്റിന്റെ ആ ശരീരം അവിടെ കിടക്കുന്ന അവൾ കാണുന്നുണ്ട്. മാത്രമല്ല ആ കത്തിയോ അവൾക്ക് കിട്ടുന്നുണ്ട്. അതും പിടിച്ചുകൊണ്ട് അവൾ മുന്നോട്ട് നടക്കുമ്പോഴാണ് കുറച്ച് അപ്പുറത്തായിട്ട് നിക്ക് നിൽക്കുന്ന അവൾ ശ്രദ്ധിക്കുന്നത്. അവൾ അവന്റെ അടുത്തേക്ക് വരുന്നത് കാണുമ്പോൾ നിക്ക് സംസാരിക്കാൻ തുടങ്ങി. അരുത് ജെന്നി, നീ ഇപ്പൊ എന്റെ അടുത്തേക്ക് വരരുത്. എനിക്ക് നിന്നെ ഉപദ്രവിക്കണം എന്ന് ഒരാഗ്രഹവുമില്ല. എനിക്കറിയാം ഞാൻ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. അതെല്ലാം എനിക്ക് തിരുത്തണം. എന്നിട്ട് ഞാൻ നിന്നെ വന്ന് കണ്ടോളാം എന്നാണ് അവൻ പറയുന്നത്. ഈ സമയത്താണ് ഹെൻറി അയാളുടെ ആളുകളും കൂടെ അങ്ങോട്ട് ഓടി വരുന്നത്. ആ ശബ്ദം കേൾക്കുമ്പോൾ അവളൊന്ന് തിരിഞ്ഞു നോക്കുന്നുണ്ട്. പിന്നീട് അവൾ നിക്കിനെ നോക്കുമ്പോൾ അവനെ അവിടെ കാണുന്നില്ല. അതുകൊണ്ട് തന്നെ അവൾ ആകെ വിഷമിച്ച് നിൽക്കുകയാണ്. ഈ സമയം ഹെൻറി അവളോട് സംസാരിക്കാൻ തുടങ്ങി. അവനിപ്പോൾ പൂർണ്ണമായിട്ടൊരു മോൺസ്റ്ററായിട്ട് മാറിയിരിക്കുകയാണ്. അവന്റെ ശക്തികൾ എന്താണ് എന്നൊക്കെ അവൻ അറിഞ്ഞു തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇപ്പോൾ നല്ലതും ചീത്തതും അവനിലുണ്ട്. അതുകൊണ്ട് തന്നെ ആ ശക്തികളൊക്കെ മനസ്സിലാക്കി കഴിയുമ്പോൾ അവൻ ഏത് വശമാണ് തെരഞ്ഞെടുക്കുക എന്ന കാര്യം നമുക്ക് അറിയത്തില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, അവൻ എന്താണെങ്കിലും അവന്റെ ശരീരത്തിൽ നല്ലൊരു മനുഷ്യനുണ്ട്. ആ മനുഷ്യൻ അവന്റെ ശാപങ്ങൾ ഇല്ലാതാക്കാനുള്ള വഴിയായിരിക്കും തേടിക്കൊണ്ടിരിക്കുക എന്നൊക്കെയാണ് അയാൾ പറയുന്നത്. അങ്ങനെ അവരെല്ലാവരും കൂടെ ആമിനറ്റിന്റെ ആ ശരീരം പഴയതുപോലെ തന്നെ ആ പെട്ടിയിലേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട്. അതിനുശേഷം അവർ വീണ്ടും അതിലേക്ക് മെർക്കുറി നിറയ്ക്കാൻ തുടങ്ങി. അങ്ങനെ അതെല്ലാം ക്ലോസ് ചെയ്തിട്ട് അവർ ഒരു കുഴിയിലേക്കാണ് അത് ഇറക്കി വെക്കുന്നത്. ഇതേ സമയം തന്നെ നിക്കാണെങ്കിൽ ഒരു മരുഭൂമിയിലാണ് നിൽക്കുന്നത്. അവൻ അവന്റെ ശക്തികൾ ഉപയോഗിച്ചിട്ട് വെയിലിനെ തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. നിക്ക് വെയിലിനെയും കൂട്ടി ഇപ്പോൾ ഈജിപ്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ അവന്റെ ശരീരത്തിലുള്ള ഈ ശാപങ്ങൾ ഒഴിവാക്കാനുള്ള ഒരു വഴി തേടിയിട്ടായിരിക്കും അവൻ ഈജിപ്തിലേക്ക് പോകുന്നത്. ഈ സീനും കാണിച്ചുകൊണ്ടാണ് ഈ സിനിമ അവസാനിക്കുന്നത്. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു? എന്താണെങ്കിലും നിങ്ങളുടെ അഭിപ്രായം
അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കാൻ മറക്കരുത്. നിങ്ങൾ കമന്റ് ചെയ്യുന്നൊക്കെ നല്ല രീതിയിൽ വർക്കാവുന്നുണ്ട്. കമന്റ് കൂടുതലുള്ള വീഡിയോസ് എല്ലാം റീച്ച് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പറ്റുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യാൻ ശ്രമിക്കണേ. ഒരു 350 കമന്റാണ് ഈ വീഡിയോയ്ക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ കിടിലൻ ഒരു പുതിയ മൂവിയുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.